അമ്മേ പരിശുദ്ധമേ, അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമേ, അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7 തീയതി ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമേ, ഭൂസ്വർ ലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമ സംരക്ഷണത്തിനായി പ്രപഞ്ച പ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനകളോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം പറമക്കളെ, അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോമിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. കർത്താവിന്റെ ഉന്നതമായ നാമത്തിന് സ്വസ്ഥം ചെയ്യുന്നു. കർത്താവിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവ് സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ. 19 വർഷം ഞാൻ അർപ്പിച്ച കുർബാനയുടെ യോഗ്യതയാണ്. കൃപാസ്ഥാനത്താരെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്തിലെ ഞാൻ മക്കളെ കർത്താവിൻ്റെ നാമത്തിൽ ആശീർവദിക്കുന്നു. വഴക്കിട്ടുപോയി മക്കൾ വിളിക്കാത്ത മക്കൾ, ഫോൺ എടുക്കാത്ത മക്കൾ, സംസാരിക്കാത്ത വ്യക്തികൾ അവിടെ എല്ലാം കർത്താവിന് സദസ്സിനെ സമർപ്പിച്ചതിനെ പ്രാർത്ഥിക്കുന്നു. കല്യാണങ്ങൾ വന്നും പോയിരിക്കുന്നു, പല കല്യാണം നടക്കുന്നില്ല. അതുപോലെ തന്നെ പല കാര്യങ്ങൾക്കും ഒത്തുചെയ്യ സമയമാകുമ്പോൾ പണമില്ലാത്ത അവസ്ഥ വരുന്നു. എന്ത് ചെയ്യുമെന്നറിയാൻ പാടില്ലാതെ നിൽക്കുന്ന അന്തം മുട്ടി നിൽക്കുന്ന മക്കളെ അവരെ കർത്താവിൻ്റെ നാമത്തിൽ അവരെ ആശീർവദിക്കുന്നു. കർത്താവ് ഇന്നത്തെ മക്കളുടെ ചിന്തകൾ, ഇന്ന് മക്കൾ പേടിക്കുന്ന വിഷയങ്ങൾ, സങ്കടപ്പെടുന്ന സാഹചര്യങ്ങൾ, ആലോചിക്കുന്ന വിഷമതകൾ എല്ലാം
കർത്താവ് ഏറ്റെടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ് ജീവിതമാർഗങ്ങൾ ലഭിക്കുമെന്ന് വിചാരിച്ച് പ്രതീക്ഷിച്ചിരുന്ന വിഷയം കയ്യിൽ നിന്ന് വിട്ടുപോയവർ സങ്കടപ്പെട്ട് കർത്താവെ അവർ ഒരു തരത്തിലും സമാധാനമില്ലാതെ വിഷമിക്കുന്നുണ്ട്. പല പല ബന്ധങ്ങൾ വിട്ടുപോയത് കാരണം, പല പല തരത്തിലുള്ള പരാജയങ്ങൾ വന്നുപോയത് കാരണം, പല ആശിച്ചിരുന്ന പല വിഷയങ്ങളും കയ്യിൽ നിന്ന് വിട്ടുപോയത് കാരണം, പ്രതീക്ഷിച്ചിരുന്ന റിസൾട്ട് കിട്ടാതിരുന്നത് കാരണം വേദനിച്ച് ജീവിക്കുന്നവരുണ്ട്. കർത്താവെ അവർക്ക് പുതിയൊരു ജീവിതം നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഇനി ഇതുപോലെ പോട്ടെ, എങ്ങനെയും പോയി ഒടുങ്ങട്ടെ, തീർന്നല്ല എന്ന് വിചാരിച്ചുകൊണ്ട് നിരാശപ്പെട്ട് സ്വയം പരാഗി ജീവിക്കുന്നവരുടെ മേൽ കർത്താവിൻ്റെ രക്തം തളിക്കപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ, സഭയുടെ അധികാരത്തിൽ, കുരിശിൻ്റെ അടയാളത്തിൽ, ദൈവശക്തിയ ദൈവവേദന ഞാൻ ഗ്രഹിക്കപ്പെടട്ടെ. അപ്പം നീ ദൈവത്തിൻ്റെ മുമ്പിൽ ഒരു വലിയ ആളാകാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ നീ ഓർക്കും, ഞാൻ ഒരു 3 മണിക്ക് എഴുന്നേറ്റ് പ്രാർത്ഥിച്ചേക്കാം. അങ്ങനെ പ്രാർത്ഥിക്കുന്നത് ഞാനും പ്രാർത്ഥിക്കാറുണ്ടൊക്കെ. അപ്പോൾ നമ്മളോർക്കും നമ്മളാകുമ്പോൾ സ്റ്റിക്ക് ഓൺ ചെയ്യും, 3 മണിക്ക് എഴുന്നേറ്റ് പ്രാർത്ഥിക്കാമെന്നാണ് സ്റ്റിക്ക് ഓൺ ചെയ്യും. അപ്പോൾ നമ്മളോർക്കും അതിൻ്റെ വലിയ സംഭവം നടക്കുന്നുണ്ടാകും. നടക്കുന്നില്ലെന്നല്ല പറയണത്. നടക്കുന്ന എല്ലാ കാര്യങ്ങൾക്കും സഭയുടെ പാരമ്പര്യമായിട്ടുള്ള എല്ലാ ആചാരാനുഷ്ഠാനങ്ങൾക്കും അതിൻ്റേതായിട്ടുള്ള അർത്ഥവും മൂല്യവും വെയിറ്റേജും ഒക്കെ ഉണ്ട്. പക്ഷേ എന്ത് വെയിറ്റേജ് ആയാലും നിധി എപ്പോഴും വരണ എന്തിലായിരിക്കും? മൺപാത്രത്തിലായിരിക്കും. 2 കൊരിന്ത്യർ 4:7 എന്നാൽ പരമമായ ശക്തി ദൈവത്തിൻ്റെതാണ്, ഞങ്ങളുടേതല്ല എന്ന് വെളിപ്പെടുത്തുന്നതിന് ഈ നിധി മൺപാത്രങ്ങളിലാണ് ഞങ്ങൾക്ക് ലഭിച്ചിട്ടുള്ളത്. അപ്പം നമ്മൾ ചില്ല് പാത്രം കൊണ്ട് ചെന്നാൽ കിട്ടത്തില്ല നടത്താം. സ്വർണ്ണപാത്രം കൊണ്ട് ചെന്നാലും വിളമ്പി കിട്ടത്തില്ല. ഇത് കണ്ടെയ്ൻ ചെയ്യണമെങ്കിൽ മൺപാത്രം തന്നെയായിരിക്കണം. അപ്പോൾ ഈ നിധി മൺപാത്രത്തിനാണ് ലഭിച്ചത്. സ്റ്റാറ്റസ് ലോ ചെയ്തിട്ട് പലതരം പാത്രങ്ങളുണ്ട്, പക്ഷെ കൃപ കണ്ടെയ്ൻ ചെയ്യണം മൺപാത്രത്തിലായിരിക്കും. അതെപ്പോഴും ഓർത്തേക്കണം. നിന്നെ മൺപാത്രമാക്കുക. ഇപ്പം നീ ഒരു വലിയ ഉദ്യോഗസ്ഥനാണ്, 6 മാസം കഴിയുമ്പോൾ നിൻ്റെ തൊപ്പി പോകും. ആരെങ്കിലും പാല വെച്ച് പോയതായിരിക്കും. അപ്പം തന്നെ നിനക്ക് നീ ഒരു കേസ് കൊടുക്കും. നീ കേസ് കൊടുത്തു, അത് പ്രശ്നമൊന്നുമില്ല, അർഹത കൊണ്ട് നിനക്ക് തിരിച്ച് കിട്ടും. പക്ഷെ നീ അതിൻ്റെ പേര് അവനെ ശപിക്കാനോ അവന് പാര വെക്കാനോ സൂചി വെക്കാനോ ഒന്നും പോരുത്. എന്താ കാര്യം? നിന്നെ മൺപാത്രമാക്കാനുള്ള ദൈവത്തിൻ്റെ ശ്രമം. നിങ്ങൾ ദൈവത്തിൽ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ മാത്രമേ, കാര്യം ദൈവത്തിൽ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ വേറെ കുറേ അധികം കാര്യങ്ങൾ വിശ്വസിക്കേണ്ടി വരും നമുക്ക്. കാര്യം നിങ്ങൾ ഓർക്കണത് ദൈവത്തിൽ വിശ്വസിക്കണം എന്ന് പറയുമ്പോൾ കുറച്ച് പ്രമാണങ്ങൾ വിശ്വസിക്കണമെന്നാണ്. ഡോക്യുമെൻ്റ് അല്ലേ, ഡോഗ്മാസ് സഭ സംരക്ഷിച്ചോളൂ, ഒരു കുഴപ്പമൊന്നുമില്ല. അതിന് സഭയ്ക്ക് സംവിധാനങ്ങളുണ്ട്. പക്ഷെ അത് ആധ്യാത്മികമായിട്ട് ഡയറക്റ്റ് വരുമ്പോൾ ദൈവത്തിൻ്റെ കുറേ പരിചരണ ട്രീറ്റ്മെൻറ്റ്സ് ഉണ്ട്. അത് ചിലപ്പോൾ ഡയറക്റ്റ് ഡോക്യുമെൻ്റായിട്ട് ബന്ധപ്പെട്ടതായിരിക്കില്ല. അല്ലാത്ത എൻ്റെ ഡോക്യുമെൻ്റ് ഉണ്ടാവും. പക്ഷെ അതേസമയം തന്നെ ട്രീറ്റ്മെൻ്റ് എന്ന് പറയുന്നത് ചിലപ്പോൾ എല്ലാം കുരുപ്പടിയുള്ള പോലെ കുരുപ്പടി ഇല്ലാത്ത ട്രീറ്റ്മെൻ്റ് ആയിരിക്കും. അത് ഓരോരുത്തർക്കും പറ്റുന്ന രീതിയിലുള്ള. അപ്പം അതുകൊണ്ട് എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട രീതി വെച്ചാൽ, ഇപ്പം അനനിയാസേ പൗലോസ് പിടിക്കപ്പെട്ട് കഴിഞ്ഞതിന് ശേഷം കർത്താവിനാ പിടിക്കപ്പെടുകയില്ല. കുതിരപ്പുറത്തുനിന്ന് കർത്താവ് തള്ളി താഴെയിട്ട് പൂട്ടിട്ട് പിടിക്കത്തില്ലേ. അപ്പം എന്നിട്ട് അനനിയാസിൻ്റെ കൊടുക്കുവരെ കൈ ഏൽപ്പിച്ച് കൊടുക്കും. അപ്പോൾ എനിക്ക് പേടിയാണ് അവനെ. അപ്പോൾ നമ്മുടെ ആൾക്കാരെ കൊല്ലണമെന്നാണ് ഞാൻ കേട്ടിരിക്കണമെന്ന് പറയും. അപ്പോൾ കർത്താവ് പറഞ്ഞ റെസ്പോൺസ് ഉണ്ട്. അപ്പോസ്തല പ്രവർത്തനം 9:15 കർത്താവ് അവനോട് പറഞ്ഞു, നീ പോവുക, വിജാതീയരുടെയും രാജാക്കന്മാരുടെയും ഇസ്രായേൽ മക്കളുടെയും മുമ്പിൽ എന്റെ നാമം വഹിക്കാൻ തെരഞ്ഞെടുക്കപ്പെട്ട പാത്രമാണ്. അതാണ് വിഷയം. കർത്താവ് ഇതിനെല്ലാം കണ്ടെയ്നർ എന്നാണ് വിളിക്കുന്നത്. നമ്മുടെ സ്റ്റാറ്റസ് ലോ ചെയ്തിട്ട് മൺപാത്രമായി മാറണില്ലേ, അത് പാത്രം ആണ് ഇവിടുത്തെ മെയിൻ കഥാപാത്രം. കഥ ഉൾക്കൊള്ളുന്ന പാത്രത്തിനാണ് കഥാപാത്രം എന്ന് പറയണത്. അപ്പോൾ ദൈവം പറയുന്നതാണ്, എൻ്റെ നാമം വഹിക്കുന്ന പാത്രം. പലരുടെയും നാമമാണ് വഹിച്ചുകൊണ്ടിരുന്നതേ. ചത്തുപോണ മനുഷ്യരെ കൊടിയും പിടിച്ച് നടക്കാനായിട്ടില്ലേ. അപ്പം അവരുടെയൊക്കെ നാമം പിടിച്ചുകൊണ്ടുള്ള വഹിക്കുന്ന ആളായിരുന്നു പുള്ളി. ഇപ്പോഴെന്ത് പറ്റി? കർത്താവിനെ കണ്ടുമുട്ടി കഴിഞ്ഞപ്പോൾ പറയണേ, എൻ്റെ നാമം വായിച്ചത്
വിജാതീയരുടെയും രാജാക്കന്മാരുടെയും ഇസ്രായേൽ മക്കളുടെയും മുമ്പിൽ എന്റെ നാമം വഹിക്കാൻ തിരഞ്ഞെടുക്കപ്പെട്ട പാത്രമാണ് അവൻ. പൗലോസ് പറയും, ഞാൻ പാത്രമാണ്, പക്ഷെ സ്വർണ്ണപാത്രമൊന്നുമല്ല, പിന്നെന്താണ്, ഞാൻ മൺപാത്രമാണെന്ന് പറയും. മൺപാത്രമാണ്. എന്താണ്, ഈ സ്വർണ്ണപാത്രമായിരുന്നു പുള്ളി. അതിൻ്റെ സ്റ്റാറ്റസ് ലോ ചെയ്ത് മൺപാത്രമായി മാറി. മൺപാത്രമാകുമ്പോൾ എന്ത് പറ്റി? കർത്താവിൻ്റെ നാമം വഹിക്കും. അപ്പം നമ്മൾ സൂക്ഷിച്ച് കൊണ്ടുപോകും. സ്വർണ്ണപാത്രം താഴെ വിടാൻ ചടക്കേ ഉള്ളൂ, മൺപാത്രം താഴെ പിന്നെ ഉണ്ടാകത്തില്ല. അതാണ് മൺപാത്രത്തിൻ്റെ കുഴപ്പം, താഴെ വിടാൻ പിന്നെ ഉണ്ടാകത്തില്ല. അതുകൊണ്ട് സൂക്ഷ്മത ഒരു വലിയ വിഷയമാണ്. കർത്താവിൻ്റെ നാമം വഹിക്കുന്നവർക്കെല്ലാം ഒരു സൂക്ഷ്മത ഉണ്ടാകും. പരിശുദ്ധ അമ്മയ്ക്കും തിരുക്കുമാരനും 1000 നന്ദി. എൻ്റെ പേര് അനുപ്രിയ, ഞാൻ കണ്ണൂരിൽ നിന്ന് വരുന്നു. ഞാൻ ഉടമ്പടി എടുത്തത് ഫെബ്രുവരി 5 2025. ഞാനൊരു നേഴ്സാണ്. ഞാൻ 2019 നേഴ്സിംഗ് കഴിഞ്ഞതാണ്. അപ്പം തൊട്ട് OET ആയിട്ട് ട്രൈ ചെയ്യുന്നുണ്ട്. കൊന്തചൊല്ലി പ്രാർത്ഥിച്ച് നേടിയതാണ് നേഴ്സിംഗ് ഫുള്ള് ഞാൻ കംപ്ലീറ്റ് ചെയ്തത്. OET ഞാൻ 6 പ്രാവശ്യം എഴുതിയിട്ടാണ് എനിക്ക് കിട്ടിയത്. 2 പ്രാവശ്യം എഴുതി കിട്ടിയില്ല. 3ാമത്തെ പ്രാവശ്യം എഴുതുന്നതിന് മുമ്പ് എന്നോട് ആൻറ്റി പറഞ്ഞു കൃപാസനത്തിൽ വരണമെന്ന്. അപ്പോൾ വരാൻ പറ്റിയില്ല, ഓൺലൈനായിട്ട് ഉടമ്പടി എടുത്തു. അത് കഴിഞ്ഞ് അതിനും കിട്ടിയില്ല. 4ാമത്തെ പ്രാവശ്യം ഞാൻ മാവേലിക്കരയിൽ ഒരു ഇൻസ്റ്റിറ്റ്യൂഷനിൽ വന്ന് പഠിച്ചു. അപ്പം എല്ലാവരും കൃപാസനത്തിലെ പ്രാർത്ഥനകളും എല്ലാം ചെല്ലുന്നുണ്ടായിരുന്നു. അപ്പം ഞാനിവിടെ വന്ന് ഉടമ്പടി എടുത്തു. എക്സാമിന് മുമ്പ് അച്ഛനെ കാണാൻ പറ്റി. അച്ഛൻ്റെ കൈവയ്പ്പ് ശുശ്രൂഷ കിട്ടി. അത് 2022 ഡിസംബറിൽ ഞാൻ പരീക്ഷ എഴുതി. ആ പരീക്ഷയിൽ എനിക്ക് 2 സബ്ജക്റ്റ് കിട്ടി. 2 റൈറ്റിങ്ങിന് എനിക്ക് അത്യാവശ്യം കോൺഫിഡൻസ് ഉണ്ടായിരുന്നു. എക്സാം പേപ്പർ കിട്ടിയപാടെ ഞാൻ എഴുതാൻ തുടങ്ങി. എല്ലാം കഴിഞ്ഞ് 10 മിനിറ്റ് മുമ്പേ ഞാൻ എഴുതി കഴിഞ്ഞ് പേപ്പർ നോക്കുമ്പോഴാണ് എഴുതിയത് മാറിപ്പോയി എന്ന് മനസ്സിലാക്കിയത്. ആ 10 മിനിറ്റ് കൊണ്ട് ഞാൻ മാറ്റി എഴുതി. ദൈവസഹായത്താൽ എനിക്കതിനെ B കിട്ടി. സ്പീക്കിങ്ങും എനിക്ക് പേടിയായിരുന്നു. സ്പീക്കിങ്ങിനും എനിക്ക് നന്നായിട്ട് പറയാൻ പറ്റി. ഇൻവിജിലേറ്റർ നന്നായിട്ട് സപ്പോർട്ട് ചെയ്തതും മാതാവിൻ്റെ അനുഗ്രഹം കൊണ്ടും എനിക്കത് B കിട്ടി. അതിന് 2നും ഞാൻ എക്സാമിന് പോയപ്പോൾ മാതാവിൻ്റെ കാശുരൂപം കഴുത്തിൽ ധരിച്ചിട്ടുണ്ടായിരുന്നു. ഉടമ്പടി തൈലവും ഉപ്പും എല്ലാം ഇട്ടിട്ടാണ് ഞാൻ പോയത്. അത് കഴിഞ്ഞപ്പോൾ എൻ്റെ കസിന് ന്യൂസിലൻഡിന് ക്ലബ്ബിംഗ് സ്കോർ പറ്റുമെന്ന് പറഞ്ഞു. അത് കാരണം ഞാൻ ന്യൂസിലൻഡിന് ക്ലബ്ബിംഗ് വെച്ചു. എനിക്ക് 2 സബ്ജക്റ്റേ കിട്ടിയുള്ളൂ. എന്നാലും 2 സബ്ജക്റ്റ് വെച്ചിട്ട് എനിക്ക് എഴുതി കിട്ടും, മാതാവുണ്ട് എന്ന മാതാവ് എന്നെ സഹായിക്കുന്ന പ്രതീക്ഷയിൽ ഞാൻ ന്യൂസിലൻഡ് പ്രോസസ്സിങ് സ്റ്റാർട്ട് ചെയ്തു. അത് കഴിഞ്ഞ് ഞാൻ 2 എക്സാം എഴുതി. അതിലെനിക്ക് റീഡിങ് കിട്ടി. റീഡിങ് എനിക്ക് എ പാർട്ട് പൊതുവേ ഒന്നും കിട്ടാത്തതാണ്. പക്ഷേ എനിക്ക് 20 പെട്ടെന്ന് തന്നെ കിട്ടി, കംപ്ലീറ്റ് ചെയ്യാൻ സാധിച്ചു. ബാക്കി B പാർട്ടും C പാർട്ടും അതിനെനിക്ക് റീഡിങ്ങിന് മാത്രമേ കിട്ടിയുള്ളൂ. പിന്നെ ഞാൻ എഴുതി ലിസണിങ്. അങ്ങനെ 6 പ്രാവശ്യം എഴുതി OET കംപ്ലീറ്റ് ചെയ്തു. അത് OET കിട്ടിക്കഴിഞ്ഞപ്പം കുറച്ച് കോൺഫിഡൻസ് ആയി. എൻ്റെ രീതിയിലാണ് കിട്ടിയെന്നുള്ള രീതിയിൽ പിന്നെ ഞാൻ ഉടമ്പടി ഉഴപ്പി. പ്രാർത്ഥനയും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. പപ്പ പറയുമായിരുന്നു എന്നോട് എപ്പോഴും, നീ മാതാവിൻ്റെ കാലെ പിടിച്ചുകൊണ്ടാണ് നിനക്ക് OET കിട്ടിയതെന്ന്. പിന്നെ ഇപ്പം എന്താ മാതാവിന് വേണ്ടതെന്ന് ചോദിക്കുമായിരുന്നു എപ്പോഴും. ന്യൂസിലൻഡ് പ്രോസസ്സിങ് സ്റ്റാർട്ട് ചെയ്ത് DL ഞാൻ കൊടുക്കുന്ന സമയം വരെ 2 ആഴ്ച കൊണ്ടിരിക്കുന്ന DL ഞാൻ കൊടുത്തു കഴിഞ്ഞപ്പോൾ 3 മാസമായി. 3 മാസം കഴിഞ്ഞ് 1 ഇയർ എടുത്തു എനിക്ക് പ്രോസസ്സിങ് കഴിഞ്ഞ് ഞാൻ പോയി. 2024 ഏപ്രിലിൽ ഞാൻ ന്യൂസിലൻഡിന് പോയി. ന്യൂസിലൻഡിന് എൻ്റെ ചേച്ചി ഉണ്ടായിരുന്നു, കസിൻ ചേച്ചിയുടെ അടുത്ത് പോയി. മെയിലായിരുന്നു എനിക്ക് ക്ലാസ്. ക്യാപ്പ് പ്ലസ് ഓസ്കി 15 ദിവസത്തെ ആയിരുന്നു. ഞാൻ അവിടെ ചെന്ന് എയർപോർട്ടിൽ എല്ലാവരും കൂടെ ചെല്ലുമ്പോഴാണ് അവർക്ക് എല്ലാവർക്കും പരസ്പരം അറിയാം. അപ്പോൾ അവർ എന്നോട് ചോദിച്ചു, നീ പുതിയതാണോ വേറെ എവിടെന്നെങ്കിലും വന്നതാണോ എന്ന് ചോദിച്ചു. അപ്പോഴാണ് അറിയുന്നത് അവർക്ക് 2 മാസമായിട്ട് ഓസ്കിയുടെ ക്ലാസ് കിട്ടുന്നുണ്ടായിരുന്നു. ഞാൻ ഇതുവരെ ഒരു ക്ലാസ്സും അറ്റൻഡ് ചെയ്തില്ല. അപ്പോൾ എനിക്ക് ചെറിയ ടെൻഷനുണ്ട്. പിന്നെ എനിക്കവർ കോച്ചിങ് തന്നു, പേഴ്സണലായിട്ട് തന്നു. പക്ഷേ ആ മാഡം എനിക്ക് പറഞ്ഞു, നിനക്ക് എന്തായാലും കിട്ടാൻ പോകുന്നില്ല ഓസ്കി ഫസ്റ്റ് അറ്റംപ്റ്റിൽ, 2ാമത്തെ അറ്റംപ്റ്റിൽ നോക്കാം, നീ എന്തായാലും പോയി എഴുതുമെന്ന് പറഞ്ഞു. പക്ഷേ ഞാൻ ലൈറ്റിൽ ക്യാൻഡിൽ പ്രയറായിട്ട് പ്രാർത്ഥിച്ചു. മാതാവിൻ്റെ ഒറ്റ സഹായത്താൽ എനിക്ക് ഫസ്റ്റ് അറ്റംപ്റ്റിൽ ഓസ്കി പാസ്സാവാൻ സാധിച്ചു. 3 പ്രാവശ്യം എഴുതി. 2-3 മാസമായിട്ട് ട്രെയിൻ ചെയ്തവർക്ക് കിട്ടാത്ത ഇത് എനിക്ക് കിട്ടി. മാതാവിൻ്റെ ഒറ്റ അനുഗ്രഹത്തിലാണ്. പിന്നെ ഞാനത് 9 മാസം അവിടെ നിന്നു. ന്യൂസിലൻഡിൽ ജോലി കിട്ടിയില്ല. അവിടെ ചെന്നപ്പം ന്യൂസിലൻഡിൽ ക്രൈസിസ് ആയതുകൊണ്ട് ജോലിയൊന്നും കിട്ടുന്നില്ലായിരുന്നു. ചേച്ചി ഉണ്ടായിരുന്നു കൊണ്ട് ചേച്ചിയുടെ വീട്ടിൽ നിന്ന് 9 മാസം. ജനുവരി വന്നു. പിന്നെ അവിടെ നിന്ന സമയത്ത് പള്ളിയിൽ എന്നും പോകുമായിരുന്നു. എൻ്റെ കൂടെ അവിടെ ചേച്ചി നിൽക്കുന്നുണ്ടായിരുന്നു. ആ ചേച്ചി ഇവിടെ കൃപാസനത്തിൽ വന്നൊരു സാക്ഷ്യം പറഞ്ഞ ചേച്ചിയാണ്. ഞാനും ചേച്ചി എന്നും പള്ളിയിൽ പോകുമായിരുന്നു. ഞങ്ങൾക്ക് പത്രങ്ങളൊന്നും കിട്ടില്ലായിരുന്നു അവിടെ. അത് കാരണം ഞങ്ങൾ മാതാവിൻ്റെ
ഫോട്ടോ പ്രിൻ്റ് എടുത്ത് പുറകിൽ പ്രത്യക്ഷീകരണ പ്രാർത്ഥന ഇംഗ്ലീഷിൽ ടൈപ്പ് ചെയ്ത് ഞങ്ങളവിടെ ഉള്ളവർക്കെല്ലാം പള്ളിയിൽ പോകുന്ന എല്ലാവർക്കും കൊടുക്കുമായിരുന്നു. അവരോട് ഇത് കൂടുതൽ പറഞ്ഞറിയിക്കാൻ ഞങ്ങൾക്ക് സാധിച്ചു. ഞാൻ ജനുവരി വന്നു കഴിഞ്ഞിട്ട് ഇവിടെ നാട്ടിൽ എവിടെയും കയറാൻ നോക്കിയിട്ട് എവിടെയും കിട്ടുന്നില്ലായിരുന്നു. 1 ഇയർ ഗ്യാപ്പായെന്നും പറഞ്ഞിട്ട് പിന്നെ മാതാവിൻ്റെ അനുഗ്രഹത്താൽ എനിക്ക് കണ്ണൂരിൽ ഒരു ഗവൺമെൻറ് മെഡിക്കൽ കോളേജിൽ ഡെയിലി വേജിന് കിട്ടി. അതിനിടയ്ക്ക് എനിക്ക് ഇൻ്റർവ്യൂ ഞാൻ അപ്ലൈ ചെയ്യുന്ന ഒക്കെ റിജക്ഷൻ ആയിരുന്നു വരുന്നത്. ന്യൂസിലൻഡിനായാലും ഓസ്ട്രേലിയക്കായാലും ചെയ്യുന്നുണ്ടായിരുന്നു. ഏപ്രിൽ അവസാനം എനിക്കൊരു ഇൻ്റർവ്യൂ കിട്ടി. 2 ഇൻ്റർവ്യൂ ഉണ്ടായിരുന്നു. 2 ഇൻ്റർവ്യൂ കിട്ടി സെപ്പറേറ്റ്. ഒരു ഇൻ്റർവ്യൂ എനിക്ക് കോൺഫിഡൻസ് ഉണ്ടായിരുന്നു, പക്ഷേ അതെനിക്ക് കിട്ടിയില്ല. രണ്ടാമത്തെ ഇൻ്റർവ്യൂ അവർക്ക് സാറ്റിസ്ഫൈഡ് ആണ്, പക്ഷേ അവർക്ക് ഓവർസീസ് എംപ്ലോയീസിനെ എടുക്കാൻ താല്പര്യമില്ല, ഓസ്ട്രേലിയയിലുള്ളവർ എടുക്കാനാണ് താല്പര്യമെന്ന് പറഞ്ഞു. ഞാനത് ഉപേക്ഷിച്ചിട്ടതാണ്. പിന്നെ ഞാൻ കൊന്ത ഒരിക്കലും കൈവിട്ടിട്ടില്ല. ഞാൻ എൻ്റെ ജോലിക്ക് പോകുമ്പോഴും ജോലി സ്ഥലത്തായിരിക്കുമ്പോഴും കൊന്ത ചെല്ലുമായിരുന്നു. പേഴ്സണലായിട്ട് കൊന്ത ചെല്ലുമായിരുന്നു. സന്ധ്യാപ്രാർത്ഥന മുടക്കിയിട്ടില്ല, ഒരിക്കലും മുടക്കിയിട്ടില്ല. പള്ളിയിൽ പറ്റുന്ന ദിവസങ്ങളിലൊക്കെ പോകുമായിരുന്നു, ഇട ദിവസങ്ങളിലും ഞായറാഴ്ചകളിലും മുടക്കിയിട്ടില്ല. അങ്ങനെ എനിക്ക് എപ്പോഴും മനസ്സിൽ 7/15 എന്നുള്ളൊരു ഡേറ്റ് വരുമായിരുന്നു. ഞാൻ അതിനിടയ്ക്ക് സങ്കടമായിരുന്നു. എല്ലാവരും ചോദിക്കുന്നു, നാട്ടിൽ നിന്ന് എല്ലാവരും ചോദിക്കുന്നു, ഒന്നും ആയില്ലേ, എല്ലായിടത്തും കാണുന്നുണ്ട്, ഓസ്ട്രേലിയക്ക് എടുക്കുന്നുണ്ട്. പക്ഷേ ഇവിടെ ഇരിക്കുന്ന ന്യൂസിലൻഡിൽ പോയിട്ട് വന്ന നഴ്സുമാർക്ക് എല്ലാവർക്കും അറിയാൻ കിട്ടാൻ ഭയങ്കര പാടാണ്. എല്ലാവരും ന്യൂസിലൊന്നും കാണുന്ന പോലെയൊന്നും അല്ല, കിട്ടാനായിട്ട് ഭയങ്കര പാടാണ്. ഇപ്പോഴും കുറേ പേര് കിട്ടാനായിട്ട് ഇരിപ്പുണ്ട്. എന്തോ എനിക്ക് ജൂലൈ 15 ഞാൻ ഡേറ്റ് കണ്ട പോലെ എനിക്ക് എന്തോ ഒരു 11 മണിയായപ്പോൾ ഒരു മെസ്സേജ് വന്നു ആ ഇൻ്റർവ്യൂവിൻ്റെ. എനിക്ക് നിങ്ങളുടെ ഇതുമായിട്ട് മുമ്പോട്ട് പോകാൻ താല്പര്യമുണ്ട്, നീ അത് ഓക്കെ ആണോ എന്ന് ചോദിച്ചുകൊണ്ട് ഞാൻ പറഞ്ഞു ഓക്കെ ആണ്. പിന്നെ പ്രോസസ്സിംഗ് ഒക്കെ ഫാസ്റ്റായിരുന്നു. ഞാൻ ഒക്ടോബർ 9 പോവുകയാണ്. കഴിഞ്ഞ മാസം ഞാൻ വന്ന് ഉടമ്പടി പുതുക്കി. അപ്പോൾ എനിക്ക് വിസ വന്നില്ലായിരുന്നു. വിസ വരാത്തതുകൊണ്ട് ഞാൻ സാക്ഷ്യം പറയാൻ പറ്റില്ല. ഇന്ന് സാക്ഷ്യം പറയാനായിട്ട് വന്നതാണ്. ഞാൻ ഉടമ്പടി പുതുക്കി വീട്ടിൽ ചെന്നതിൻ്റെ അന്ന് രാവിലെ എനിക്ക് വിസ വന്നു. ഇത്രയും വലിയ അനുഗ്രഹം തന്ന മാതാവിനും തിരുക്കുമാനും 1000 നന്ദി. ഞാനിപ്പോൾ പത്രങ്ങൾ എല്ലാവർക്കും കൊടുക്കുമായിരുന്നു. പിന്നെ ഗവൺമെൻറ് കോളേജിലായത് കൊണ്ട് തന്നെ ഇനി കൂടുതൽ പാവങ്ങളെ സഹായിക്കാനും ഫുഡ് ആവശ്യമുള്ളവർക്ക് വാങ്ങിക്കൊടുക്കാനൊക്കെ പറ്റിയിട്ടുണ്ട്. ഇനിയും എൻ്റെ കൂടെ മാതാവിനെ പിടിച്ചുകൊണ്ടാണ് ഞാൻ പോകുന്നത്. ഞാൻ ഒക്ടോബർ 9 പോവാണെന്ന് പറഞ്ഞു. മാതാവും തിരുക്കുമാരനും ചെയ്തെന്ന എല്ലാ അനുഗ്രഹങ്ങളും. ഞാൻ ഇടുക്കി ജില്ലയിലെ മ്ലാമല എന്ന് പറഞ്ഞ വില്ലേജിൽ നിന്നാണ് വരുന്നത്. ഇതെൻ്റെ വൈഫാണ്, പേര് അഞ്ജു. ഞാൻ 2023 ജനുവരി 26 ഉടമ്പടി എടുത്തത്. ഉടമ്പടി എടുക്കാനുള്ള സാഹചര്യം എന്ന് പറയുന്നത്, ഞാൻ 2015 ബിടെക് പാസ്സായത്. അതിനുശേഷം ഒരു PSC എക്സാം അല്ലെങ്കിൽ കേരള PSCയുടെ എക്സാം പാസ്സായി ജോലിയിൽ പ്രവേശിക്കണമെന്ന് വളരെയധികം ആഗ്രഹിച്ച ഒരാളാണ്. അങ്ങനെ 2015 ഞാൻ എൻ്റെ എൻജിനീയറിംഗ് പൂർത്തിയാക്കി. അതിനുശേഷം പ്രൈവറ്റ് ജോലിയൊക്കെ ചെയ്തു. ആ പ്രൈവറ്റ് ജോലി ഉപേക്ഷിച്ചതിന് ശേഷമാണ് 2017 മുതൽ ഞാൻ കേരള PSCയിലേക്ക് തിരിഞ്ഞത്. അങ്ങനെ 2017 കാലയളവിൽ സ്റ്റാർട്ട് ചെയ്തു. 2019 എനിക്കൊരു റാങ്ക് ലിസ്റ്റ് ഇടം നേടാൻ സാധിച്ചു. പക്ഷേ ദൗർഭാഗ്യം കൊണ്ട് 2019 VO എന്ന് പറയുന്ന ആ ലിസ്റ്റ് LD ക്ലർക്കുള്ള ആളുകൾക്ക് കൂടുതൽ വേക്കൻസി നൽകിക്കൊണ്ട് ആ ലിസ്റ്റിലുള്ള കുറച്ച് പേർക്ക് മാത്രമേ ജോലി പ്രവേശിക്കാൻ സാധിച്ചുള്ളൂ. പിന്നീട് 2019 ശേഷം വീണ്ടും പഠനം ആരംഭിച്ചു. പക്ഷേ 2020 വീണ്ടും കൊറോണ എന്ന് പറയുന്ന ദുരിതം വന്നതുകൊണ്ട് കുറേ സമയം അങ്ങനെ നഷ്ടപ്പെട്ടു. അങ്ങനെ ജീവിതത്തിൽ പ്രധാനപ്പെട്ട ഒരു കാലയളവിൽ അല്ലെങ്കിൽ പ്രായത്തിൻ്റെ കാലയളവിൽ ജോലിയിലേക്ക് പ്രവേശിക്കേണ്ട ഒരു സമയം വളരെ പെട്ടെന്ന് തന്നെ എനിക്ക് നഷ്ടമായിക്കൊണ്ടിരുന്നു. 2021 പ്രധാനപ്പെട്ട LDയുടെ എക്സാം വന്നെങ്കിലും അതിലും ഒരു നിസാരം മാർക്കിന് എനിക്ക് പുറത്തു പോകേണ്ടി വന്നു. അങ്ങനെ ജീവിതത്തെ എന്ത് ചെയ്യുമെന്ന് പ്രതീക്ഷയിൽ അല്ലെങ്കിൽ എന്ത് ചെയ്യുമെന്നിങ്ങനെ വിചാരിച്ചിരിക്കുമ്പോഴാണ് 2022-23 കാലയളവിലെങ്കിലും മികച്ചതായ രീതിയിൽ നമുക്ക് പരീക്ഷയ്ക്ക് വേണ്ടി പഠിച്ച് തയ്യാറെടുക്കാമെന്ന് കരുതിയത്. അപ്പം അങ്ങനെ ഞാൻ തയ്യാറെടുത്തുകൊണ്ടിരുന്ന കാലയളവിൽ ഞാൻ കുറച്ച് നാൾ PSC പഠിപ്പിക്കാനൊക്കെ പോയിക്കൊണ്ടിരുന്നു. അപ്പം മമ്മി, അതായത് എനിക്ക് ചേച്ചിയുണ്ട്, ചേച്ചി UK ജോലി ചെയ്യുന്നത്. അപ്പം ചേച്ചിക്ക് രണ്ടാമതൊരു കൊച്ചുണ്ടായി. അങ്ങനെ കൊച്ചിനെ നോക്കാനായിട്ട് മമ്മി 2022 ഓഗസ്റ്റ് മാസമാണ് UK പോകുന്നത്. അപ്പം ആ ഒരു സമയത്തായിരുന്നു എനിക്ക് പ്രിലിംസിൻ്റെ എക്സാമും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരുന്നത്. ഇപ്പോൾ 2022 മമ്മി ചേച്ചിയുടെ അടുത്ത് പോയി. അങ്ങനെ ഒരു 4 മാസം കഴിഞ്ഞിട്ടാണ് തിരിച്ചു വരുന്നത്. അപ്പം അതിൻ്റെ ഇടയ്ക്കാണ് എനിക്ക് പ്രിലിംസിൻ്റെ എക്സാമും നടന്നത്. പക്ഷേ ഇതിനു മുന്നുള്ള പരിചയം വെച്ചിട്ട് എനിക്ക് ആ പ്രിലിംസിൻ്റെ എക്സാമുകളെല്ലാം പാസ്സാകാൻ സാധിച്ചു. പക്ഷേ മെയിൻ എക്സാം എന്തായാലും നല്ല രീതിയിലുള്ള കോമ്പറ്റീഷൻ ഉണ്ടാകുമെന്ന് വളരെ നന്നായിട്ട് അറിയാമായിരുന്നു. അപ്പം ആ എക്സാമിൻ്റെ ഡേറ്റും ഡിക്ലെയർ ചെയ്തു. 2023 മെയ് ഏപ്രിൽ മാസങ്ങളിലായിട്ട് എക്സാം നടക്കുന്ന ഡേറ്റും ഡിക്ലെയർ ചെയ്തിരുന്നു. അപ്പം മമ്മി തിരിച്ചു വരുമ്പം പഠിക്കാമെന്നുള്ള പ്രതീക്ഷയിലായിരുന്നു ഞാൻ ഉണ്ടായിരുന്നത്.
മമ്മി അങ്ങനെ 2022 ഡിസംബർ 9 എയർപോർട്ടിൽ തിരിച്ചു വന്നു, കൊച്ചിയിൽ വന്നു. ഞാൻ തിരിച്ച് കൂട്ടിക്കൊണ്ടുവന്നു, വീട്ടിൽ കൊണ്ടുവന്നു. അപ്പോഴേക്കുമാണ് എൻ്റെ ചേട്ടനും നാട്ടിൽ വരുന്നത്. ചേട്ടൻ രണ്ടാമത്തെ ആളാണ്. ചേട്ടനും നാട്ടിൽ വന്ന് കുട്ടികളൊക്കെ ആയിട്ടാണ് വന്നത്. അങ്ങനെ കുറച്ച് ദിവസങ്ങൾ അങ്ങനെ പോയി. പെട്ടെന്നൊരു സാഹചര്യത്തിൽ മമ്മീൻ്റെ വീടിൻ്റെ വെളിയിലേക്ക് ഇറങ്ങിയതാണ്. അപ്പോൾ വീടിൻ്റെ വെളിയിൽ ഇറങ്ങിയ സമയത്ത് മമ്മി ഒന്ന് വീണു. അപ്പോൾ ഞാൻ ആദ്യം കരുതിയത് മമ്മിയുടെ കാലൊന്ന് മുറിഞ്ഞായിരുന്നു, ചെറിയൊരു മുറിവാണെന്നാണ് കരുതിയിരുന്നത്. അങ്ങനെ മുറിവുണ്ടായി. മുറിവ് ഞങ്ങൾ വെച്ച് കെട്ടി. 2 ദിവസം കഴിഞ്ഞപ്പോൾ മമ്മിയുടെ കാല് നന്നായിട്ട് നീര് വെച്ചു, നന്നായിട്ട് വീക്കം പോലെ വന്നിട്ട് നീര് വെച്ചു. അങ്ങനെ പാലായിലുള്ളൊരു ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി കാണിച്ചു. അപ്പോൾ ഡോക്ടർ അതിനുള്ള ആൻറ്റിബയോട്ടിക്സ് ഒക്കെ തന്നു. 2 ദിവസം കഴിഞ്ഞിട്ടും നീര് കുറയുന്നില്ല, നീര് കൂടുകയാണ് ചെയ്തത്. വീണ്ടും കട്ടപ്പനയിലുള്ള അടുത്തുള്ളൊരു ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. അപ്പോൾ ഡോക്ടർ പറഞ്ഞു ഇത് ഉള്ളിൽ എന്തെങ്കിലും പരിക്കുണ്ടോ എന്ന് നോക്കണം, സർജറി ചെയ്യണമെന്ന് പറഞ്ഞു. മമ്മി ഒരു ഡയബറ്റിക് പേഷ്യൻ്റ് ആയിരുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ കൊല്ലത്തുള്ള ഡയബറ്റീസിൻ്റെ തന്നെയുള്ളൊരു ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി മമ്മീനെ. അങ്ങനെ അവിടെ ചെന്നു, കൊല്ലത്തുള്ള ഹോസ്പിറ്റലിൽ ചെന്നു. അപ്പം ഡയബറ്റീസ് ഉള്ളതുകൊണ്ട് തന്നെ അവർ ഇൻസുലിൻ കുത്തിവെക്കാതെ തന്നെ ഭക്ഷണത്തിൽ ക്രമത്തിൽ കുറച്ച് ഡയബറ്റീസ് കുറച്ചതിന് ശേഷം സർജറി ചെയ്യുമോ അല്ലെങ്കിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ മാറ്റിയെടുക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ അവർ എക്സ്റേ ഒക്കെ എടുത്ത് നോക്കി. പക്ഷേ കാലിൻ്റെ ഉള്ളിൽ ഒന്നും, അതായത് വീണതിൻ്റെയോ ഒരു പ്രശ്നങ്ങളായിട്ട് പൊട്ടലോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ചതവുകളോ മറ്റെന്തെങ്കിലും വസ്തുക്കളോ ഉള്ളതായിട്ട് അവർക്ക് കാണാൻ സാധിച്ചില്ല. എക്സ്റേ ഒക്കെ എടുത്ത് നോക്കിയായിരുന്നു. അപ്പം അതിനുശേഷം 9 ദിവസം മമ്മി അവിടുത്തെ ട്രീറ്റ്മെൻറ്റ് ചെയ്തു. ഞാൻ ഹോസ്പിറ്റലുണ്ടായിരുന്നു. അങ്ങനെ അതിനുശേഷം ഡോക്ടർ ഡിസ്ചാർജ് തന്നു. എന്നിട്ട് പറഞ്ഞു ഓരോ 7 ദിവസം കൂടുമ്പോഴും അല്ലെങ്കിൽ 7 ദിവസം കഴിഞ്ഞതിന് ശേഷം ഒരു 14 ദിവസം കൂടുമ്പം ഹോസ്പിറ്റലിൽ വന്നു കഴിഞ്ഞാൽ ഡ്രസ്സ് ചെയ്യേണ്ടി വരും എന്ന് പറയും. അപ്പോൾ ഞാൻ ഇടുക്കിയിലാണുള്ളത്. വീണ്ടും ഞാൻ കൊല്ലത്തേക്ക് വീണ്ടും ട്രാവൽ ചെയ്ത് പോകണം. അപ്പോൾ അങ്ങനെ ഞാൻ എനിക്ക് അപ്പം മെയിൻസിനുള്ള ഡേറ്റും ഡിക്ലെയർ ആയി. ആകെപ്പാടെ എന്നാൽ പ്രിലിംസ് ഞാൻ പാസ്സാവുകയും ചെയ്തു. മെയിൻസിനുള്ള തയ്യാറെടുപ്പുകൾ നടത്തുന്നുമുണ്ട്. പക്ഷേ ഈ മമ്മിക്ക് വീണ്ടും കാലിൻ്റെ ഈ പ്രശ്നം വന്ന കാരണം എനിക്ക് വീട്ടിലെ കാര്യങ്ങളും പിന്നെ കടയുണ്ടായിരുന്നു, കടയിൽ പപ്പായെ സഹായിക്കണമായിരുന്നു. അങ്ങനെ വീടും കടയും പിന്നെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോകണമായിരുന്നു. അപ്പോൾ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിച്ചിട്ടേ പോകാൻ പറ്റുള്ളൂ. അപ്പോൾ ആ കാര്യങ്ങൾ മാത്രമേ എനിക്ക് പഠിക്കാൻ പറ്റുന്ന സാഹചര്യം വന്നുള്ളൂ. അപ്പോൾ അങ്ങനെ ഞാൻ 2023 ജനുവരി മാസമൊക്കെയാണ് ഹോസ്പിറ്റലിൽ ഡിസ്ചാർജ് ചെയ്ത് വരുന്നത്. അപ്പോൾ അങ്ങനെ എൻ്റെ ഒരു അങ്കിൾ ഇടയ്ക്ക് പറഞ്ഞായിരുന്നു, ജോഷി എന്നാണ് അങ്കിളുടെ പേര്. അങ്കിൾ ഇടയ്ക്ക് കൃപാസനത്തിൽ വന്ന് ഒരുപാട് നിയോഗങ്ങൾ സഹായിച്ച് കിട്ടിയതുകൊണ്ട് എന്നോട് പറഞ്ഞായിരുന്നു, നീ പരീക്ഷ എഴുതുന്നതിന് മുന്നേ കൃപാസനത്തിൽ നിന്ന് പോയി പ്രാർത്ഥിക്കും, നിൻ്റെ കാര്യങ്ങളൊക്കെ റെഡിയാവും, നീ പരീക്ഷയിലൊക്കെ ജയിക്കും എന്നൊക്കെ പറഞ്ഞു. അപ്പം എൻ്റെ പ്രശ്നം പരീക്ഷയിൽ ജയിക്കുന്നതിനേക്കാളും പ്രധാനം എനിക്ക് പഠിക്കാനുള്ള സാഹചര്യം ആദ്യം കിട്ടുക എന്നുള്ളതായിരുന്നു. അപ്പം അങ്ങനെ ഞാൻ ചേട്ടനെ തിരിച്ചു പോയത് ജനുവരി 25 ആയിരുന്നു 2023. അങ്ങനെ ചേട്ടനെ ഞാൻ എയർപോർട്ടിൽ കൊണ്ടുവിട്ടിട്ട് ഞാൻ അങ്കിളുടെ വീട്ടിൽ തിരിച്ചു വന്നിട്ട് പറഞ്ഞു, അങ്കിളെ ഇനിയിപ്പം വീട്ടിൽ പോയി കഴിഞ്ഞാൽ വീണ്ടും എനിക്ക് കൃപാസനത്തിൽ വരാനോ അല്ലെങ്കിൽ ഇവിടെ വന്ന് പ്രാർത്ഥിക്കാനോ പറ്റത്തില്ല. അതുകൊണ്ട് അങ്കിളും കൂടെ വരണമെന്ന് പറഞ്ഞ് ഞാൻ അങ്കിളെയും കൂട്ടി 2023 ജനുവരി 26 ഈ കൃപാസനത്തിൽ വന്നു. അങ്ങനെ ഞാൻ ഇവിടെ വന്ന് പ്രാർത്ഥിച്ചു, നിയോഗം വെച്ചു. മമ്മിയുടെ കാലിൻ്റെ കാര്യങ്ങളൊക്കെ ഒന്ന് പെട്ടെന്ന് റെഡിയാക്കി, അസുഖം ഒന്ന് കുറച്ച് അല്ലെങ്കിൽ കാലിൻ്റെ എന്താണ് സംഭവിച്ചത് പഴുപ്പൊക്കെ ഒന്ന് മാറ്റി മമ്മി ഒന്ന് സാധാരണ നിലയിൽ വന്നു കഴിഞ്ഞാൽ മാത്രമേ എനിക്ക് വീട്ടിൽ നിന്ന് മാറി എന്ന് പഠിക്കാനോ അല്ലെങ്കിൽ സ്വന്തം കാര്യം നോക്കാനേ പറ്റുള്ളൂ. അപ്പം അങ്ങനെ ഞാൻ നിയോഗങ്ങൾ വെച്ചു. അന്ന് ഞാൻ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ചേട്ടനെ കൊണ്ടുവിട്ട് രാത്രി ഒരു 12:30 അങ്കിളുടെ വീട്ടിൽ വന്നപ്പോൾ രാത്രിയിൽ വെളുപ്പിന് 1 മണിയായി കിടന്നപ്പം വീണ്ടും 3:30 എണീറ്റായിട്ടാണ് ഈ കൃപാസനത്തിലേക്ക് വരുന്നത്. കാരണം കാഞ്ഞിരപ്പള്ളിയാണ് അങ്കിളുടെ വീട്. അവിടെ നിന്ന് ഇവിടെ വരെ 3:30 എണീറ്റാണ് വന്നത്. അങ്കിളാണ് വണ്ടി ഓടിച്ചതെങ്കിലും നല്ല ക്ഷീണം ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഞാനിവിടെ വന്നു. രാവിലെ 5:30 ആയപ്പോൾ ഇവിടെ വന്നു. 7 മണിക്കത്തെ ഇതിന് കൂടി നിയോഗങ്ങളെല്ലാം വെച്ചു. മാതാവിൻ്റെ പ്രദർശനത്തിലൊക്കെ പങ്കെടുത്ത് തിരിച്ച് ഞാൻ വീട്ടിലേക്ക് പോവുകയാണ്. അങ്ങനെ ഒരു ഉച്ചയ്ക്ക് പിറ്റേ ദിവസം 26 ഉച്ചയായപ്പോഴത്തേക്കും ഇവിടെ നിന്ന് ഇറങ്ങി. ഞാൻ വീട്ടിൽ ചെന്ന ഒരു 8 മണിക്കാണ്. അപ്പം ഞാൻ മമ്മിക്ക് എല്ലാ ദിവസവും ഡ്രസ്സ് ചെയ്യണം എന്ന് വെച്ചാൽ പഴുപ്പുള്ളത് കൊണ്ട് എല്ലാ ദിവസവും മുറിവ് ചെറുതായിട്ടൊന്ന് സ്പോർ ചെയ്തിട്ട് അതിലെ പഴുപ്പെടുത്ത് കളയണം. അപ്പോൾ ഡോക്ടർ എനിക്കത് കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇങ്ങനെ 18 ദിവസവും ഞാൻ ഈ മുറിവ് ഇങ്ങനെ ചെറുതായിട്ട് ഓപ്പൺ ചെയ്തിട്ട് അതിനൊരു എക്യുപ്മെൻറ്റും തന്നിട്ടുണ്ട്. ഓപ്പൺ ചെയ്തിട്ട് പഴുപ്പെടുത്ത് കളയുന്നതായിരുന്നു. അപ്പം 2 ദിവസം 25 26 എനിക്ക് ലേറ്റായിട്ടാണ് പഴുപ്പെടുത്ത് കളയാൻ പറ്റിയത്. അപ്പം അങ്ങനെ ഞാൻ ബെഡിൽ ഒരു പ്ലാസ്റ്റിക് പോലത്തെ ഒരു സംഭവം വിരിച്ചു. അതിൽ കാലൊക്കെ വെച്ചിട്ടാണ് ഞങ്ങൾ ആ പഴുപ്പ് എടുത്ത് കളയുന്നത്. അപ്പോൾ അന്നത്തെ ദിവസം ഞാൻ നിയോഗത്തിൽ ഞാൻ പ്രധാനപ്പെട്ട വെച്ചൊരു നിയോഗമായിരുന്നു നമ്മുടെ കാല് പെട്ടെന്ന് സൗഖ്യമാക്കണേ എന്നുള്ളത്. അപ്പം അങ്ങനെ ഞാൻ ജസ്റ്റ് ഒന്ന് ആ എക്യുപ്മെൻറ്റ് വെച്ച് ജസ്റ്റ് ഒന്ന് അതൊന്ന് ആ മുറിവൊന്ന് വരഞ്ഞു. എന്നിട്ട് കൈ കൊണ്ട് ജസ്റ്റ് ഒന്ന് ചെറുതായിട്ടൊന്ന് ഞെക്കിയതേ ഉള്ളൂ. ഈ പുട്ടുകുറ്റിയിൽ നിന്ന് ഇങ്ങനെ പുട്ട് ചാടി വരുന്നത് പോലെ അതിനുള്ളിൽ നിന്ന് ഇത്തരത്തിലുള്ളൊരു മരകഷ്ണം, അതായത് എനിക്കൊന്ന് കാപ്പിക്കമ്പിൻ്റെ ഒരു കഷ്ണമായിരുന്നു അതിനുള്ളിലുണ്ടായിരുന്നു. ഡോക്ടറും കുറേ പരിശ്രമിച്ച് അതിൽ നന്നായിട്ട് നല്ല രീതിയിൽ ആ മുറിവിൽ നല്ല രീതിയിൽ എക്യുപ്മെൻറ്റ് ഉപയോഗിച്ച് റൗണ്ടൊക്കെ ചെയ്ത് പഴുപ്പെടുത്ത് കളഞ്ഞിട്ടുള്ളൂ. അപ്പോഴൊന്നും വന്നിട്ടില്ല. ഞാനും 18 ദിവസം ഡ്രസ്സ് ചെയ്തു, പക്ഷേ വന്നില്ല. പക്ഷേ അന്ന് ഞാൻ കൃപാസനത്തിൽ വന്ന് നിയോഗം വെച്ച് അന്ന് രാത്രി 8 മണിക്ക് ഞാൻ ജസ്റ്റ് ആ മുറിവിലൊന്ന് തൊട്ടതേ ഉള്ളൂ. മമ്മിയുടെ ഉള്ളിലുണ്ടായിരുന്ന ആ പഴുപ്പിലിൻ്റെ അകത്തുണ്ടായിരുന്ന ആ ചെറിയ മരകഷ്ണം പുറത്തേക്ക് വന്നു. 2 ദിവസം കഴിഞ്ഞപ്പോൾ മമ്മിയുടെ മുറിവ് ഉണങ്ങാൻ തുടങ്ങി.
എനിക്ക് ഫെബ്രുവരി 2 തൊട്ട് 2023 ഫെബ്രുവരി 2 തൊട്ട് വീണ്ടും പരീക്ഷയ്ക്ക് വേണ്ടി പഠിക്കാനുള്ള തയ്യാറെടുപ്പുകൾ നടത്താൻ സാധിച്ചു. അങ്ങനെ ഞാൻ കയ്യിൽ എനിക്ക് ഒരുപാട് വിശുദ്ധ വസ്തുക്കൾ കിട്ടിയിരുന്നു. അതിൽ ഉപ്പ് ഞാൻ പരീക്ഷ എഴുതുന്ന സമയത്തൊക്കെ ആ പരിസരങ്ങളിലും ക്ലാസ് റൂമിലൊക്കെ ചെറുതായി കുറച്ച് കയ്യിലെടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ, ക്ലാസ് റൂമിലൊക്കെ വിതറി. അങ്ങനെ എനിക്ക് 2022 നടന്ന 2 മെയിൻസ് എക്സാമിൽ റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെടാൻ എനിക്ക് സാധിച്ചു. 2024 അതിൻ്റെ റിസൾട്ട് വന്നു. അതിനുശേഷം മെയിൻസ് എക്സാമിന് ശേഷം ഫിസിക്കൽ ടെസ്റ്റൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ പാസ്സായി. അങ്ങനെ 2023 എക്സാമുകളെല്ലാം പാസ്സായി. 2024 ഫെബ്രുവരിയിൽ റാങ്ക് ലിസ്റ്റ് വന്നു. അതിൽ ഒരു റാങ്ക് ലിസ്റ്റിൽ എനിക്ക് ജോലി ലഭ്യമാകുന്ന വിധത്തിൽ ഒരു റാങ്ക് ലിസ്റ്റിൽ ഇടം നേടാൻ സാധിച്ചു. 2017 മുതലുള്ള 7 വർഷ കാലയളവിൽ 2024 ആയപ്പോഴാണ് എനിക്ക് PSCയിൽ ഒരു ഉന്നത റാങ്കിലേക്ക് നേടാൻ സാധിച്ചത്. അങ്ങനെ 2025 സെപ്റ്റംബർ, അതായത് കഴിഞ്ഞ മാസം 1-ാം തീയതി അസിസ്റ്റൻറ്റ് പ്രിസൺ ഓഫീസറായിട്ട് മലപ്പുറത്തുള്ള തവനൂർ സെൻട്രൽ ജയിലിൽ ഞാൻ ജോയിൻ ചെയ്യുകയുണ്ടായി. അങ്ങനെ കഴിഞ്ഞ ദിവസം ഇന്നലെയാണ് എനിക്ക് അതിൻ്റെ ആദ്യ സാലറി കിട്ടുന്നത്. അപ്പോൾ എനിക്ക് ഒരു മാസം ഞാൻ അവിടെ ജോലി ചെയ്തു. പിന്നീട് ഞാനിപ്പം അവധിക്ക് വന്നപ്പോഴും നേരെ കൃപാസനത്തിൽ വന്നതാണ്. അതാണ് എൻ്റെ ആദ്യ ഉടമ്പടിയിലെ നിയോഗത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആവശ്യം. എനിക്ക് മാതാവ് നിറവേറ്റി തന്നത്. രണ്ടാമതായിട്ട് പിന്നെ ഞാൻ ആ ഉടമ്പടി പുതുക്കാനായിട്ട് വീണ്ടും, അതായത് എക്സാമിന് മുന്നേ ഞാൻ ഇവിടുന്ന് വന്നിട്ടുണ്ടായിരുന്നു. അപ്പം ആ സമയത്ത് ഞാൻ വീണ്ടും വന്നു. പിന്നീട് അതിന് ശേഷം ഒരു 4 മാസത്തിന് ശേഷം വീണ്ടും ഞാൻ വന്നു. ആ സമയത്ത് കല്യാണത്തിൻ്റെ ഒരു തടസ്സങ്ങൾ ഒരുപാട് നേരിട്ടിട്ടുണ്ടായിരുന്നു. എൻ്റെ പ്രധാനപ്പെട്ട ഒരു ആഗ്രഹമായിരുന്നു നമ്മളെ മനസ്സിലാക്കുന്ന, നമ്മളോട് ഇഷ്ടമുള്ള, നമ്മളോട് കൂടെ നിൽക്കുന്ന ഒരാളെ ജീവിത പങ്കാളിയായിട്ട് കിട്ടണമെന്ന്. അത് ഞാൻ പ്രത്യേകം നിയോഗത്തിലും വെച്ചിരുന്നു. അങ്ങനെ തന്നെ ഒരാളെ എനിക്ക് ജീവിത പങ്കാളിയായിട്ട് കിട്ടുകയും ചെയ്തു. അഞ്ജു വളരെ സ്നേഹത്തോടെയും വളരെ നമ്മളോട് സപ്പോർട്ടീവായിട്ടാണ് തന്നെ പെരുമാറുന്നത്. അതാണ് എനിക്ക് നിയോഗത്തിൽ, അതായത് പുതുക്കിയ ഒരു നിയോഗത്തിലെ പ്രധാനപ്പെട്ട ഒരു നിയോഗമായിട്ട് നിറവേറ്റി കിട്ടിയത്. അതിനുശേഷം ചെറുതും വലുതുമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ, അതായത് എൻ്റെ ചേട്ടൻ്റെ ഒരു എക്സാം, ചേട്ടൻ നിയോഗം വെക്കണമെന്ന് എന്നോട് പ്രത്യേകം പറഞ്ഞു. ഞാനത് വെച്ചു. അങ്ങനെ എനിക്ക് ചേട്ടൻ പാസ്സാകുകയുണ്ടായി. അതുപോലെ തന്നെ അത്രയും കാര്യങ്ങളാണ് എനിക്ക് നിയോഗത്തിലുള്ള ചെറുതും വലുതുമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ കിട്ടി. പ്രധാനപ്പെട്ട 1-2 കാര്യങ്ങൾ ഇതാണ്. പിന്നെ പ്രേക്ഷിത പ്രവർത്തനം എന്ന് പറയുമ്പോഴത്തേക്കും ഈ ഉപ്പ് കൊണ്ട് എനിക്കൊരു പ്രധാനപ്പെട്ട ഒരു അത്ഭുതം നടന്നിട്ടുണ്ട്. അതായത് ഞാൻ ഇൻസ്റ്റിറ്റ്യൂട്ടിലായിരുന്ന സമയത്ത് പഠിപ്പിച്ചുകൊണ്ടിരുന്നപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നു, മുബീന എന്നായിരുന്നു ആ ചേച്ചിയുടെ പേര്. ആ ചേച്ചിയുടെ മകന് ഒരു അലർജി ചുമയുണ്ടായിരുന്നു. അബു എന്നാണ് കൊച്ചിൻ്റെ പേര്. അവനൊരു 7-8 വയസ്സ് കാണും. അവന് അലർജി ചുമയുണ്ടായിരുന്നു. അപ്പം ഞാൻ ഉടമ്പടി എടുത്ത സമയത്താണ് ചേച്ചി എന്നോട് പറയുന്നത്, അബുവിന് ഭയങ്കര ചുമയാണ്, രാത്രിയിലൊക്കെ ഭയങ്കര ചുമയാണ്, ഞങ്ങൾക്ക് ഒന്നും കിടന്നുറങ്ങാൻ പറ്റുന്നില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു, ചേച്ചി ഞാൻ വേണമെങ്കിൽ എൻ്റെ കയ്യിൽ ഒരു ഉപ്പുണ്ട്, കൃപാസനത്തിൽ നിന്ന് കിട്ടിയതാണ്, മാതാവിൻ്റെ ഒരു ഉപ്പാണ്, ഞാനത് ജസ്റ്റ് ഒന്ന് കൊടുത്തോട്ടെ എന്ന് ചോദിച്ചു. അപ്പം ചേച്ചി സമ്മതം പറഞ്ഞു. അങ്ങനെ ഞാൻ അത് കൊടുക്കാൻ വീട്ടിലേക്ക് പോയി. അപ്പം ഞാനിത് എൻ്റെ ഒരു മനസ്സിലുണ്ടായിരുന്നു, എങ്ങനെ അവന് കൊടുക്കും, ചെറിയ കുട്ടിയായതുകൊണ്ട് ഉപ്പൊക്കെ കൊടുത്ത് അവൻ കഴിക്കുമോ എന്നൊരു ചെറിയ സംശയം ഉണ്ടായിരുന്നു. ഞാനത് കൊടുക്കാൻ വേണ്ടി വീട്ടിലേക്ക് കയറി ചെന്നപ്പോഴാണ് ഒരു നാരങ്ങ വെള്ളം കലക്കി അവൻ കുടിക്കാൻ വേണ്ടിയിട്ട് കൊണ്ടുവരുന്നത്. അപ്പോൾ എനിക്ക് തോന്നി അതിൽ കലക്കി കൊടുക്കാമെന്ന്. അങ്ങനെ ഞാൻ ആ ഉപ്പ് നാരങ്ങ വെള്ളത്തിൽ കലക്കി കൊടുത്തു. അവനത് കുടിച്ചു. അതിനുശേഷം ഒരു ദിവസം കഴിഞ്ഞ് ഞാൻ ചോദിച്ചപ്പോൾ പറഞ്ഞു അവൻ്റെ ചുമ പൂർണ്ണമായിട്ട് മാറി, അവർ സുഖമായിട്ട് കിടന്നുറങ്ങാൻ തുടങ്ങിയെന്ന് പറഞ്ഞു. പിന്നീട് ബ്ലഡ് ടെസ്റ്റ് ചെയ്യണമെന്ന് ഡോക്ടർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ടെസ്റ്റ് ചെയ്തിട്ട് പറയാമെന്ന് പറഞ്ഞു. അങ്ങനെ അലർജി അവൻ്റെ ബ്ലഡിൽ നിന്ന് കംപ്ലീറ്റ് ആയിട്ട് ആ അലർജി ചുമ ആ ഉപ്പ് ഉപയോഗിച്ച് അത്ഭുതമായിട്ട് മാറി. അതാണ് പ്രേക്ഷിത പ്രവർത്തനത്തിൽ. പിന്നെ ഞാൻ പത്രങ്ങളൊക്കെ പരിസര പ്രദേശങ്ങളിലും വീടുകളിലും അതുപോലെ തന്നെ കട്ടപ്പന, വണ്ടിപ്പെരിയാർ, മേരികുളം തുടങ്ങിയ സ്ഥലങ്ങളിലൊക്കെ ഇങ്ങനെ പത്രങ്ങൾ എത്തിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ കാരുണ്യ പ്രവർത്തനമായിട്ട് പറയാനാണെങ്കിൽ എൻ്റെ ഒരു ചേട്ടൻ വിദേശത്താണ് ജോലി ചെയ്യുന്നത്. അപ്പോൾ ചേട്ടനെ സ്നേഹാശ്രമത്തിലൊക്കെ അല്ലെങ്കിൽ മാനസിക വെല്ലുവിളി നേരിടുന്ന വൃദ്ധരായിട്ടുള്ള ആളുകളുടെ ഇടയിലേക്ക് കുറച്ച് സംഭാവനയൊക്കെ ചെയ്തു വരുമായിരുന്നു. അപ്പോൾ ഞാൻ അവിടെ ചെന്ന് മദറിനോട് ചോദിച്ചിട്ട് അവർക്ക് എന്താണ് ആവശ്യം, ആ സാധനങ്ങൾ അവരിലേക്ക് എത്തിക്കാൻ വേണ്ടി ശ്രമിച്ചിരുന്നു. അതാണ് കാരുണ്യ പ്രവർത്തനമായിട്ട് പറയാനുള്ളത്. പിന്നെ ആത്മീയമായിട്ട് പറയുവാണെങ്കിൽ ഉടമ്പടി എടുത്ത സമയത്ത് പള്ളിയിലൊക്കെ പോവുകയും, അതായത് ഞായറാഴ്ചയും പ്രധാനപ്പെട്ട തിരുനാൾ ദിവസങ്ങളിലും പള്ളിയിൽ പോവുകയും പ്രാർത്ഥിക്കുകയും കുമ്പസാരിക്കുകയും ചെയ്തിരുന്നു. മാതാവിനും തിരുക്കുമാരനും ഒരുപാട് നന്ദിയുണ്ട്. 1000 അവസരം ലഭിച്ചതിനോർത്ത് മാതാവിനും ഈശോയ്ക്കും 1000 നന്ദി അർപ്പിക്കുന്നു. ഞാൻ വരുന്നത് അങ്കമാലി കറുവീറ്റിൽ നിന്നാണ്. ഞങ്ങളുടെ കുടുംബം മൊത്തമായി ഉടമ്പടി ജീവിതത്തിലാണ്. ഞങ്ങൾക്ക് കിട്ടിയ ഒത്തിരി അനുഗ്രഹങ്ങളുണ്ട്. അതിൽ മാതാവിൻ്റെ തൈലം ഉപയോഗിച്ചുള്ള ഒരു രോഗസൗഖ്യമാണ് പ്രധാനമായി ഞാൻ പറയുന്നത്. എൻ്റെ ഹസ്ബൻഡ് ഒരു ദിവസം ജോലി കഴിഞ്ഞ് വരുമ്പോൾ കണ്ണിന് കാഴ്ച കുറഞ്ഞു എന്ന് പറഞ്ഞു. പക്ഷെ ഞാനത് അത്ര സീരിയസ് ആയിട്ട് എടുത്തില്ല. പക്ഷേ പിറ്റേ ദിവസം ആൾ വരുന്നപ്പോൾ നമ്മൾ ഒരു ബ്ലൈൻഡായിട്ട് വ്യക്തി എങ്ങനെ നോക്കുന്നോ
അതുപോലെയുള്ള രീതിയിലായിരുന്നു ആളുടെ നോട്ടവും നടത്തവും. ആളുടെ കൃഷ്ണമണിക്ക് സ്റ്റക്കായി പോയി. ഞങ്ങൾ ആയുർവേദം അലോപ്പതിയൊക്കെ മാറി മാറി കണ്ടു. ഡോക്ടർമാർ പറഞ്ഞു കണ്ണിന് ഒട്ടും ഇത് കൊടുക്കരുത്, ഉറക്കമൊളിക്കരുത് എന്ന് നിർദ്ദേശങ്ങളൊക്കെ തന്നു. പക്ഷേ ഹസ്ബൻഡിന് നൈറ്റ് ഡ്യൂട്ടിയൊക്കെ ഉള്ളതുകൊണ്ട് ഉറക്കമൊളിക്കാത്ത സമയം കുറവായിരുന്നു ആ ദിവസങ്ങളിൽ പ്രത്യേകിച്ചും. അത് മാതാവിൻ്റെ ഒരു മഹത്വം ദർശിക്കാൻ വേണ്ടിയാണ് ഞാനിപ്പോൾ വിചാരിക്കുന്നു. ആ ദിവസങ്ങളിൽ പ്രോപ്പറായി അടുപ്പിച്ചടുപ്പിച്ച് തന്നെ ഹസ്ബൻഡിന് 3-4 ദിവസം ഒട്ടും ഉറങ്ങാൻ പറ്റാത്ത ഡ്യൂട്ടിയായിരുന്നു. അപ്പോൾ വീട്ടിൽ വരുന്ന ദിവസം ഞാൻ തൈലം നെറ്റിയിലും കൺപോളകളൊക്കെ പറ്റി കൊടുക്കും. അതിനുശേഷം ഞാൻ എൻ്റെ കണ്ണിൽ തന്നെ പറ്റി നെറ്റിയിലും പറ്റി പ്രാർത്ഥിച്ചിരുന്നു. അത് കഴിഞ്ഞാൽ 3-4 ദിവസം കഴിഞ്ഞ് വന്നപ്പോൾ തീർത്തും ഉറങ്ങാൻ പറ്റിയില്ല. ഉറങ്ങാതെ വീട്ടിൽ വന്നു. അപ്പോൾ ആൾക്ക് കണ്ണിന് യാതൊരു കുഴപ്പമുണ്ടായിരുന്നില്ല. നമ്മളെങ്ങനെ നോക്കുന്നോ അതുപോലെ നല്ല രീതിയിൽ നോക്കാനും അയാൾക്കെല്ലാം ഡബിൾ വിഷനായിട്ടാണ് കണ്ടുകൊണ്ടിരുന്നത്. പക്ഷേ ഒരു കുഴപ്പമില്ലാതെ നമ്മളെങ്ങനെയാണ് ചേട്ടൻ മുമ്പ് നോക്കിയിരുന്നേ അതുപോലെ തന്നെ നോക്കാൻ സാധിച്ചു. ഇത് വലിയൊരു മാതാവിൻ്റെ മഹത്വം ദർശിക്കാൻ ഞങ്ങളുടെ കുടുംബത്തിന് ഇടവരുത്തി. എൻ്റെ ഹസ്ബൻഡിനെ കൂടുതൽ വിശ്വാസത്തിൽ ആഴപ്പെടുവാനും ഇപ്പോഴും തുടർന്നും എല്ലാ ദിവസവും പോകുമ്പോഴും തൈലം പറ്റി ഞങ്ങളെല്ലാവരും തൈലം ഉപയോഗിച്ച് തന്നെയാണ് പുറത്തേക്ക് ഇറങ്ങുന്നത്. ഈശോയെ 1000 നന്ദി, മാതാവിനും പരിശുദ്ധമ്മയ്ക്കും 1000 നന്ദി. ഇനി എൻ്റെ മക്കൾക്ക് ഉണ്ടായ അനുഗ്രഹങ്ങൾ അവർ തന്നെ സാക്ഷ്യപ്പെടുത്തും. വിശ്വസിക്കട്ടെ. എൻ്റെ പേര് ഡിക്സൺ ബേബി. ഞാൻ ആദ്യമായിട്ട് ഉടമ്പടി എടുക്കുന്നത് മാർച്ച് 9, 2025 ഉടമ്പടി ജീവിതത്തിൽ എനിക്ക് ഏറ്റവും കൂടുതൽ അനുഭവിക്കാൻ സാധിച്ച ഒരു അനുഗ്രഹം എന്ന് പറയുന്നത് ആത്മീയമായി വളരാനും പിന്നെ സമാധാനം. എനിക്ക് നല്ല ടെൻഷനും കാര്യങ്ങളൊക്കെ ഉള്ള ആളായിരുന്നു. ഇപ്പം എനിക്കങ്ങനെ കാര്യമായിട്ട് ടെൻഷനോ ഒന്നിനെക്കുറിച്ച് ഒരു ആകുലതയില്ല. നല്ലൊരു സമാധാന ജീവിതമായിട്ട് ആണ് ഇപ്പം നയിക്കുന്നത്. എൻ്റെ ആദ്യത്തെ സാക്ഷ്യം എന്ന് പറയുന്നത് ജർമ്മനിയിൽ ഞാൻ ഉദ്ദേശിച്ച കോഴ്സിന് തന്നെ അഡ്മിഷൻ കിട്ടിയതാണ്. ഞാൻ ഒരു 1000-ഓളം ആപ്ലിക്കേഷൻസ് സ്വന്തമായിട്ടും പല ഏജൻസി വഴിയും ജർമ്മനിലുള്ള ജർമ്മൻ ഏജൻസി വഴിയും ഞാൻ അയച്ചായിരുന്നു. പക്ഷേ എല്ലാവർക്കും എനിക്കൊരു റിജക്ഷനാണ് കിട്ടിയത്. മെയിൻ റീസൺ എന്ന് പറയുന്നത് ഞാൻ പോകാൻ ഉദ്ദേശിച്ച കോഴ്സിന് ജർമ്മനിയിലുള്ള ആൾക്കാരെയാണ് അവർ കൂടുതലും പ്രിഫർ ചെയ്തുകൊണ്ടിരുന്നത്. അങ്ങനെ ഒരു സാഹചര്യത്തിൽ മാർച്ച് 9 ഞാൻ ഇവിടെ ഉടമ്പടി എടുക്കുന്നത്. ഉടമ്പടി എടുത്തതിന് ശേഷം ആദ്യത്തെ ഉടമ്പടി തന്നെ എനിക്ക് തീരാറാവുന്നതിന് മുന്നേ തന്നെ എനിക്ക് ജർമ്മൻ ഒരു ഏജൻറ്റ് ഇങ്ങോട്ട് എന്നെ കോൺടാക്റ്റ് ചെയ്തിട്ട് പറഞ്ഞു ഒരു ഇൻ്റർവ്യൂ റെഡി ആയിട്ടുണ്ട്. അങ്ങനെ ആ ഇൻ്റർവ്യൂവിൽ നല്ല രീതിയിൽ അറ്റൻഡ് ചെയ്യാനും എനിക്ക് പാസ്സാവാനും സാധിച്ചു. അതുപോലെ തന്നെ ഞാൻ ആദ്യമേ മുതൽ പ്രാർത്ഥിക്കുന്ന ഒരു കാര്യമായിരുന്നു എനിക്ക് ജർമ്മനിയിൽ എവിടെ കിട്ടിയാലും പള്ളിയും അത്യാവശ്യം പാർട്ട് ടൈമും കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥലം വേണമെന്ന്. അതേപോലെ തന്നെ മാതാവ് എനിക്ക് ഇപ്പോൾ തന്നിരിക്കുന്ന സ്ഥലം ഞാൻ എന്തൊക്കെ ചോദിച്ചോ അതൊക്കെ ഇരട്ടിയായിട്ട് ആണ്. അതായത് ഞാൻ ഇപ്പോൾ താമസിക്കുന്ന സ്ഥലത്തായാലും ഞാൻ വർക്ക് ചെയ്യുന്ന സ്ഥലത്തായാലും എല്ലാത്തിൻ്റെ അടുത്തും പള്ളിയുണ്ട്. അതും ഒരു 500 മീറ്ററിന് താഴെ. അതുപോലെ തന്നെ പാർട്ട് ടൈമിനും ഒരുപാട് ഓപ്ഷൻസ് അതിൻ്റെ ചുറ്റും മാതാവ് എനിക്ക് ഒരുക്കി തന്നിട്ടുണ്ട്. എൻ്റെ അടുത്ത സാക്ഷ്യം എന്ന് പറയുന്നത് VFS വിസ അപ്പോയിൻമെൻറ്റ് കിട്ടാനുള്ള ബുദ്ധിമുട്ടായിരുന്നു. എനിക്ക് ക്ലാസ് തുടങ്ങുന്നത് ഓഗസ്റ്റ് 1 ആയിരുന്നു. പക്ഷേ എൻ്റെ കോൺട്രാക്റ്റ് വന്നത് ജൂൺ ലാസ്റ്റ് ആയിരുന്നു. അപ്പോൾ ആ ടൈമിൽ ഞാൻ അപ്പോയിൻമെൻറ്റ് കുറേ ട്രൈ ചെയ്തു, പല രീതിയിലും ട്രൈ ചെയ്തു. എനിക്ക് അപ്പോയിൻമെൻറ്റ് ഡേറ്റ് കാണിക്കുന്നത് ബുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ഡേറ്റ് കാണിക്കുന്നത് തന്നെ ഓഗസ്റ്റ് ലാസ്റ്റ് വീക്ക് ഇല്ലെങ്കിൽ സെപ്റ്റംബറിലേക്കായിരുന്നു. ആ ഒരു സാഹചര്യത്തിൽ ഞാൻ ഇവിടെ ജൂലൈ 2 അച്ഛനെ വന്ന് കണ്ടു. അച്ഛനെ വന്ന് ജോസഫ് അച്ഛനെ കണ്ട് ബ്ലെസ്സിങ് മേടിച്ചു. ബ്ലെസ്സിങ്ങിൻ്റെ സമയത്ത് അച്ഛൻ പ്രത്യേകിച്ചൊന്നും പറഞ്ഞില്ല, ബ്ലെസ് ചെയ്തിട്ട് അടുത്ത ആളിലേക്ക് പോയി. പക്ഷേ ആ സമയത്ത് ഇവിടെ ഇതേപോലെ ഒരു ചേച്ചി ഇന്ന് സാക്ഷ്യം പറയുന്നുണ്ടായി. സാക്ഷ്യത്തിൽ ആ സാക്ഷ്യം കേട്ടിട്ട് അച്ഛൻ പെട്ടെന്ന് അടുത്ത ആളുടെ അടുത്ത് നിന്ന് തിരിച്ചെൻ്റെ അടുത്തേക്ക് വന്നിട്ട് പറഞ്ഞു, നീ ആ സാക്ഷ്യം കേട്ടോ. സാക്ഷ്യത്തിൽ ആ ചേച്ചി പറഞ്ഞത് ആ ചേച്ചിക്ക് ഒരു പൊസിഷൻ മാതാവ് ക്രിയേറ്റ് ചെയ്ത് കൊടുത്തതിനെ പറ്റിയായിരുന്നു. ഞാനിവിടെ ബ്ലെസ്സിങ് മേടിക്കാൻ നിൽക്കണ കാര്യം കൊണ്ട് തന്നെ ഞാൻ അധികം അത് ആദ്യം മുതലേ ശ്രദ്ധിച്ചിട്ടുണ്ടായില്ല. അച്ഛൻ പറഞ്ഞതിന് ശേഷമാണ് ഞാൻ ശ്രദ്ധിച്ചത്. അതും അവസാനമായിരുന്നു. അപ്പം പിറ്റേ ദിവസം തന്നെ ആ സാക്ഷ്യം യൂട്യൂബിൽ വരികയുണ്ടായി. ഞാൻ രാവിലെ തന്നെ ആ സാക്ഷ്യം കണ്ടു. അപ്പോഴാണ് എനിക്ക് ശരിക്കും അത്ഭുതമായത്. കാരണം ആ ചേച്ചി ആ സാക്ഷ്യത്തിൽ പറഞ്ഞൊരു ഡേറ്റ് ഉണ്ട്, 28 ദിവസം.
ആ 28 ടൈം പീരീഡ് തന്നെയാണ് ഞാൻ ജോസഫ് അച്ഛൻ്റെ അടുത്തും പറഞ്ഞത്. ഞാൻ ഇവിടെ ജോസഫ് അച്ഛനെ കാണാൻ വന്നത് ജൂലൈ 2-ാം തീയതിയാണ്. കറക്റ്റ് ഒരു 28 ദിവസം തന്നെ എനിക്കുണ്ടായുള്ളൂ. അപ്പം എനിക്ക് മനസ്സിലായി അച്ഛൻ വഴി മാതാവ് എനിക്ക് തന്ന ഒരു മെസ്സേജാണ് ഒരു പൊസിഷൻ ക്രിയേറ്റ് ചെയ്യുന്നുള്ളത്. അങ്ങനെ അത് വിശ്വസിച്ചു. പിന്നെ ആ ആഴ്ച തന്നെ അച്ഛൻ ഡെയിലി ബ്രെഡിൽ, അതായത് 7-ാം തീയതി അച്ഛൻ ഡെയിലി ബ്രെഡിൽ പറയണ്ടായി വിസ കാര്യങ്ങളൊക്കെ ആയിട്ട് അപ്പോയിൻമെൻറ്റ് കാര്യങ്ങൾ ബുദ്ധിമുട്ടുന്ന ആൾക്കാർക്ക് 8 ദിവസത്തിനുള്ളിൽ ശരിയാവുന്നു. അതേപോലെ തന്നെ അച്ഛൻ പറഞ്ഞ പോലെ 8-ാമത്തെ ദിവസം എനിക്കൊരു ബാംഗ്ലൂരിൽ ഒരു ഏജൻറ്റ് വഴി എനിക്ക് VFS ഡേറ്റ് കിട്ടി. അത് ഓഗസ്റ്റ് 4-നാണ് എനിക്ക് കിട്ടിയത്. അന്ന് തന്നെ ഞാൻ അപ്പോയിൻമെൻറ്റ് എടുത്ത അന്ന് തന്നെ ഞാൻ ട്രെയിൻ ടിക്കറ്റും ബുക്ക് ചെയ്തു ഓഗസ്റ്റ് 3-ാം തീയതിക്ക്. പക്ഷേ അത് കഴിഞ്ഞ് ഒരാഴ്ച കഴിഞ്ഞിട്ടാണ് ഞാൻ അറിയുന്നത് എനിക്ക് ബുക്ക് ചെയ്ത് തന്ന കാറ്റഗറി വേറെയായിരുന്നു. എനിക്ക് ഏത് കാറ്റഗറിയാണോ വേണ്ടത് അതല്ലായിരുന്നു എനിക്ക് ബുക്ക് ചെയ്തത്. ഞാനപ്പോൾ ഈ ഒരു പ്രോബ്ലം പറഞ്ഞുകൊണ്ട് VFSയിലേക്കും ജർമ്മൻ കോൺസുലേറ്റിലേക്കും ഞാൻ അവരെ കോൺടാക്റ്റ് ചെയ്തു. ഇങ്ങനെയാണ് നമുക്കിതിൽ ആപ്ലിക്കേഷൻ ഫോർവേഡ് ചെയ്ത് ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചു. പക്ഷെ അവർ പറഞ്ഞത് ഇതിൽ പറ്റില്ല, ഇത് റിജക്ഷൻ ആവുള്ളൂ, ഇത് ക്യാൻസൽ ചെയ്തിട്ട് പുതിയത് എടുക്കണമെന്നാണ് പറഞ്ഞത്. പക്ഷേ ക്യാൻസൽ ചെയ്യാൻ നോക്കിയപ്പോഴും പിന്നെയും ഒരുപാട് ബുദ്ധിമുട്ടി. കാരണം ക്യാൻസൽ ചെയ്യണമെങ്കിൽ നമുക്ക് കിട്ടിക്കുന്ന അപ്പോയിൻമെൻറ്റ് ഡേറ്റിൻ്റെ 3 വർക്കിംഗ് ഡേയ്സ് മുന്നേ മാത്രമേ ക്യാൻസൽ ചെയ്യാൻ പറ്റുള്ളൂ. അതായത് എനിക്ക് ഓഗസ്റ്റ് 4-നാണ് കിട്ടിയത്. ജൂലൈ ലാസ്റ്റ് വീക്കൊക്കെയാണ് എനിക്കത് ക്യാൻസൽ ചെയ്യാൻ പറ്റുള്ളൂ. അങ്ങനെ ക്യാൻസൽ ചെയ്ത് പുതിയൊരു ഡേറ്റ് എടുക്കാമെന്ന് വെച്ചാൽ തന്നെ എനിക്ക് സെപ്റ്റംബർ ലാസ്റ്റിലോ ഒക്ടോബർ 1-ലോ ഒക്കെ ഡേറ്റ് കിട്ടുള്ളൂ. അപ്പോൾ എൻ്റെ ഒരുപാട് ക്ലാസ് പോവും. ഓഗസ്റ്റ് 1 തൊട്ട് ഒക്ടോബർ വരുന്ന ഒരുപാട് ക്ലാസ് പോവും. അപ്പോൾ എന്ത് ചെയ്യണമെന്ന് അപ്പോഴും ഒരു ഐഡിയ ഇല്ലായിരുന്നു. അങ്ങനെ ജൂലൈ അവസാനം ലാസ്റ്റ് വീക്ക് ആയപ്പോൾ ഏജൻറ്റ്, അതായത് ബാംഗ്ലൂരിലെ ഏജൻറ്റ് എനിക്ക് മെസ്സേജ് അയച്ചു, ക്യാൻസലായിട്ടുണ്ട്, ഫുൾ എമൗണ്ട് എനിക്ക് റീഫണ്ടും ചെയ്തു, ക്യാൻസലായെന്ന് പറഞ്ഞ്. അന്ന് തന്നെ ഞങ്ങൾ പുതിയൊരു അപ്പോയിൻമെൻറ്റ് എടുക്കാൻ ശ്രമിച്ചു. അപ്പോഴാണ് അവരുടെ സൈറ്റിൽ കാണിക്കുന്നത് നിങ്ങൾക്ക് അപ്പോയിൻമെൻറ്റ് എടുക്കാൻ പറ്റില്ല, കാരണം നിങ്ങളുടെ പഴയ അപ്പോയിൻമെൻറ്റ് സ്റ്റിൽ വാലിഡ് ആണെന്ന് പറഞ്ഞ്. ആക്ച്വലി ഏജൻറ്റ് നമുക്ക് ക്യാൻസലായെന്ന് പറഞ്ഞ് ഫുൾ എമൗണ്ട് റീഫണ്ട് ചെയ്തതാണ്. അപ്പോൾ എന്തുകൊണ്ട് ഇത് ക്യാൻസലാവാത്തത് എന്ന് മനസ്സിലായില്ല. പിന്നെ ചിന്തിച്ചു ചിലപ്പോൾ ഒരു 24 മണിക്കൂറൊക്കെ എടുക്കും അതിൽ അവരുടെ സൈറ്റിൽ റിഫ്ലക്റ്റ് ചെയ്യാൻ, അതുകൊണ്ടായിരിക്കും എന്ന് വിചാരിച്ചു. പിന്നെയും പിറ്റേ ദിവസം നോക്കിയപ്പോഴും സെയിം സിറ്റുവേഷൻ, ഇത് ആക്റ്റീവായിട്ട് തന്നെ കാണിച്ചത്. അപ്പോൾ മനസ്സിലായി ഇത് മാതാവ് ക്യാൻസലാക്കാത്തതാണ്, മാതാവാണ് അവിടെ പ്രവർത്തിക്കുന്നതെന്ന് മനസ്സിലായി. അങ്ങനെ ഓഗസ്റ്റ് 3-ാം തീയതി ട്രെയിൻ ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ട് ഉള്ള കാരണം തന്നെ അന്ന് രാവിലെ ഒന്ന് ചെക്ക് ചെയ്തിട്ട് ആക്റ്റീവാണെങ്കിൽ പോവാം എന്നുള്ള രീതിയിലായിരുന്നു. പക്ഷെ അത് വേറൊരു കാറ്റഗറി ആയിരുന്നു. ആ കാറ്റഗറിയിൽ പോയാൽ എനിക്ക് വിസ അടിച്ച് കിട്ടില്ല എന്ന് ജർമ്മൻ കോൺസുലേറ്റിൽ നിന്നും VFSയിൽ നിന്നും, അതായത് പിന്നെ ഞാൻ കോൺടാക്ട് ചെയ്ത എല്ലാവരും എന്നോട് അങ്ങനെ തന്നെയാണ് പറഞ്ഞത്. പക്ഷേ പുതിയൊരു പൊസിഷൻ ക്രിയേറ്റ് ചെയ്തെന്ന് അച്ഛൻ പറഞ്ഞത്. പൊസിഷൻ ക്രിയേറ്റ് ചെയ്യുമെന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം നോർമലായിട്ടായിരിക്കില്ല നമ്മുടെ കാര്യങ്ങൾ നടക്കാമെന്ന്. അതിൽ വിശ്വസിച്ചുകൊണ്ട് 3-ാം തീയതി രാവിലെ ഞങ്ങൾ പോയി. 4-ാം തീയതി രാവിലെ ഡെയിലി ബ്രെഡൊക്കെ കണ്ടു. അങ്ങനെ 4-ാം തീയതി രാവിലെ ഞാൻ VFSയിൽ ചെന്നു. അവിടെ ഉടമ്പടി ഒപ്പിട്ട് പ്രാർത്ഥിച്ചു. പിന്നത്തെ പ്രൊസീജിയർ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഡോക്യുമെൻറ്റ്സും അപ്പോയിൻമെൻറ്റും അവിടെ വെരിഫൈ ചെയ്തിട്ട് അവരുടെ സിസ്റ്റത്തിൽ അത് അപ്ലോഡ് ചെയ്യലാണ്. അവിടെ നമ്മുടെ ഏത് കാറ്റഗറി ആണോ അത് അവർ സെലക്ട് ചെയ്ത് അവരുടെ സിസ്റ്റത്തിൽ ഫോർവേഡ് ചെയ്യും. അങ്ങനെ ഫോർവേഡ് ചെയ്യാൻ ചെയ്ത് നോക്കിയപ്പോഴാണ് എൻ്റെ ഏത് കാറ്റഗറി ആണോ എനിക്ക് അവർ എടുത്തു തന്ന ആ കാറ്റഗറി മാത്രം അതിൽ സെലക്ട് ആയില്ല. അതുമാത്രമല്ല അത് സെലക്ട് ആവുന്നില്ല, അങ്ങനെ ഒരു കാറ്റഗറി അതിൽ കാണിക്കുന്നില്ല എന്ന് അവിടെ ഇരുന്ന ഓഫീസർ, അപ്പുറത്തെ കൗണ്ടറിലിരുന്ന ഓഫീസറിനോട് ചോദിച്ചു. അപ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ കേൾക്കുമ്പോൾ തന്നെ മനസ്സിലാവും അത് നോർമലായിട്ട് അവിടെ സംഭവിക്കുന്ന കാര്യമല്ല. കാരണം ഒരു ദിവസം 10,000 പേര് അവിടെ വന്ന് അപ്പോയിൻമെൻറ്റ് ഇതേപോലെ എടുക്കുന്നത്. അപ്പോൾ അവർക്ക് നോർമലായിട്ടുള്ള കാര്യമാണെങ്കിൽ അവർക്ക് അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ്റെ ആവശ്യമില്ല. അപ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും അവിടെ മാതാവ് ഇടപെട്ടതാണെന്ന്. അതേപോലെ തന്നെ ഏതാണോ എനിക്ക് വേണ്ട കാറ്റഗറി, എനിക്ക് ഏത് കാറ്റഗറിയാണോ വേണ്ടത് ആ കാറ്റഗറിയിൽ എൻ്റെ വിസ അവർ ഫോർവേഡ് ചെയ്തു. എനിക്ക് വേണ്ടാത്ത കാറ്റഗറി മാതാവ് അന്ന് ആ ലിസ്റ്റിൽ നിന്ന് മാറ്റിയിരുന്നു. ഇന്നലെ വിസ വന്നു. അടുത്ത ആഴ്ച ഞാൻ ജർമ്മനിക്ക് പോവാണ്. ബാക്കി സാക്ഷ്യം ചേച്ചി പറയുന്നതാണ്. യേശുമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. എൻ്റെ പേര് ദൃശ്യ, ഇതെൻ്റെ ഹസ്ബൻഡാണ് ജിബിൽ. ഞാൻ ആദ്യമായിട്ട് ഉടമ്പടി എടുക്കുന്നത് ജാനുവരി 2, 2023 ഇതെൻ്റെ 2ാമത്തെ ഉടമ്പടി സാക്ഷിയാണ്.
അപ്പോൾ 6 വട്ടം ഉടമ്പടി പുതുക്കി. അപ്പം ഞങ്ങളെല്ലാവരും ഉടമ്പടി ജീവിതത്തിലാണ്. അപ്പം ഞാൻ എൻ്റെ ഉടമ്പടിയിൽ വെച്ചിരുന്ന ഒരു കാര്യമാണ് അനിയൻ്റെ ജർമ്മൻ എക്സാമിന് അവൻ B2 എല്ലാ മൊഡ്യൂൾസും ക്ലിയർ ചെയ്യണമെന്നുള്ളത്. അപ്പോൾ 2 അറ്റംപ്റ്റിൽ തന്നെ അവൻ എല്ലാ മൊഡ്യൂൾസും ക്ലിയർ ചെയ്യും. ഇപ്പോൾ അവൻ്റെ ഫ്രണ്ട്സിനെ അവൻ പഠിപ്പിച്ചു കൊടുക്കുകയും ചെയ്യുന്നുണ്ട്. പിന്നെ ഒരു കാര്യം എന്ന് പറയുന്നത്, എൻ്റെ ഹസ്ബൻഡ് ആൾക്കും ആളുടെ ഫാമിലിക്ക് ആത്മീയമായിട്ടുള്ള വളർച്ച, ദൈവവിശ്വാസം കാര്യങ്ങളൊക്കെ നല്ല കൂട്ടത്തിലാണ്. പക്ഷേ ഞായറാഴ്ച മാത്രം കുർബാനയ്ക്ക് പോയാൽ മതി, അത്രയൊരു ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ടായിരുന്നുള്ളൂ. പിന്നെ ഉടമ്പടിയിലെ വസ്തുക്കളോടായാലും വിശുദ്ധ വസ്തുക്കളോടായാലും ആൾക്ക് അത്രയും വിശ്വാസം കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ എൻ്റെ കുറച്ച് കാര്യങ്ങൾ ഇങ്ങനെ ഉടമ്പടി ജീവിതത്തിൽ നടക്കുന്ന കാര്യങ്ങളൊക്കെ കണ്ടപ്പോൾ ആൾക്ക് വിശ്വാസം വർദ്ധിച്ചു തുടങ്ങി. അങ്ങനെ ഇപ്പോൾ ആൾ ഡെയിലി ബ്രെഡായാലും അതുപോലെ ഞാൻ വിശുദ്ധ ഉപ്പൊക്കെ കൊടുത്തിട്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഉപയോഗിക്കും. അതുപോലെ ഇപ്പോൾ ആൾ ദുബായിൽ വർക്ക് ചെയ്യുന്നത്. ഇപ്പോൾ നാട്ടിലേക്ക് വന്നപ്പോൾ സാധാരണ നാട്ടിൽ വരുമ്പോൾ ആൾ ഫിറ്റ്നസ് ട്രെയിനർ ആയതുകൊണ്ട് തന്നെ ജിമ്മിലാണ് പോവാം. ഇപ്പോൾ ജിമ്മിലൊന്നും പോവാതെ ആൾ എൻ്റെ കൂടെ ഡെയിലി കുർബാനയ്ക്ക് വരും. അതുപോലെ ഞങ്ങളുടെ പ്രേക്ഷിത പ്രവർത്തനം കാര്യങ്ങളൊക്കെ ചെയ്യും. അങ്ങനെ ആൾ ആത്മീയമായിട്ട് വളർന്നു. അപ്പോൾ ഉടമ്പടി ജീവിതത്തോട് ആൾക്കൊരു താല്പര്യമൊക്കെ തോന്നി തുടങ്ങി. പിന്നെയെന്ന് പറയുന്നത്, ഞാൻ ആദ്യം പറഞ്ഞ സാക്ഷ്യം എന്ന് പറഞ്ഞാൽ എനിക്ക് ജോലി കിട്ടിയതായിരുന്നു. അപ്പോൾ ഞാൻ ഒരു കോളേജിൽ അസിസ്റ്റൻറ്റ് പ്രൊഫസറായിട്ട്, അതോടുകൂടി ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഹെഡായിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ എൻ്റെ ഒരു സാക്ഷ്യം എന്ന് പറയുന്നത്, എനിക്ക് പ്രയർ എക്സ്പീരിയൻസ് ഒന്നും കൂടാതെ തന്നെ എന്നെ ഡയറക്റ്റായിട്ട് എൻ്റെ 25ാമത്തെ വയസ്സിൽ എന്നെ ഡയറക്റ്റായിട്ട് HOD പോസ്റ്റിലേക്കാണ് അപ്പോയിൻറ്റ് ചെയ്തത്. അപ്പം എനിക്ക് കോളേജിൽ മുന്നേ പഠിപ്പിച്ചൊരു എക്സ്പീരിയൻസ് ഇല്ല. അതുപോലെ തന്നെ ഞാൻ കോളേജിൽ പഠിപ്പിക്കത്തേ ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട് നടന്ന ആളാണ്. കാരണം എനിക്ക് റിസർച്ച് ഫൈനൽ ഇയർ പ്രൊജക്റ്റ് എന്ന് പറയുന്നത് ഞാൻ ചെയ്യുന്ന സമയത്ത് എനിക്ക് പേടിയായിരുന്നു. ഞാൻ ഒരിക്കലും ചെയ്യാൻ എനിക്ക് പറ്റില്ല എന്ന് കരുതിയ കാര്യമായിരുന്നു. പക്ഷേ എൻ്റെ പിള്ളേരുടെയൊക്കെ പ്രൊജക്റ്റ് ഞങ്ങളുടെ ഫാക്കൽറ്റീസിൽ ഞാൻ മാത്രമാണ് ഒരു ഫുൾ ഇയർ അവരുടെ കൂടെ പ്രൊജക്റ്റിന് കൺസിസ്റ്റൻ്റ് ആയിട്ടുണ്ടായിരുന്നത്. പ്രൊജക്റ്റ് എല്ലാവരും റിസർച്ച് കാര്യങ്ങളൊക്കെ അത്യാവശ്യം നല്ല രീതിക്ക് ഞങ്ങൾക്ക് കംപ്ലീറ്റ് ചെയ്യാനും പറ്റി. അതുപോലെ എൻ്റെ 5th സെമ്മിൽ ഞാൻ പഠിപ്പിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ ഞാൻ അവരുടെ 5th സെം കഴിഞ്ഞപ്പോൾ 6th സെമ്മിലേക്ക് സ്റ്റാർട്ട് ചെയ്യുന്നതിനേക്കാൾ മുന്നേ എൻ്റെ എല്ലാ പിള്ളേരും പാസ്സാവണമെന്നൊരു നിയോഗം ഞാൻ വെച്ചായിരുന്നു. അപ്പോൾ 6th സെമ്മിൽ റിസൾട്ട് വന്നതിന് ഇപ്പോൾ 5th സെമ്മിൽ ഒരു 3-4 പിള്ളേരെങ്കിലും ചില സബ്ജക്ട്സിനൊക്കെ പോയായിരുന്നു. പക്ഷേ 6th സെമ്മിൽ അവരുടെ എക്സാം ആരും തന്നെ പിള്ളേർ പോലും പ്രതീക്ഷിച്ചിട്ടുണ്ടാവില്ല അവർക്ക് അത്രയും പേര് പാസ്സാവും എന്നുള്ളത്. പക്ഷേ ഓൾമോസ്റ്റ് എല്ലാവരും തന്നെ പാസ്സായി. അതുമല്ല എക്സാം ഭയങ്കര ഡിഫിക്കൽട്ടായിരുന്നു. അപ്പം നമുക്കറിയാം അതിൻ്റെ വാല്യുവേഷൻ ഡിഫിക്കൽട്ട് ആകുമ്പോൾ പിള്ളേർക്ക് ഭയങ്കര പേടിയും കൂടിയായിരുന്നു. കുറേ പേരൊക്കെ ഫെയിൽ ആവുന്നു. പക്ഷേ അങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ എൻ്റെ പിള്ളേർക്ക് നല്ലൊരു വിജയം നൽകി. പിന്നെ എനിക്ക് ഉള്ള കാര്യം എന്ന് പറയുന്നത്, ഞാനിപ്പം ജോലി കാര്യങ്ങളൊക്കെ ചെയ്ത് ഒരു 1 year ഒക്കെ ആയപ്പോഴത്തേനും എനിക്ക് ജോലിക്ക് കയറിയപ്പോൾ നല്ല സ്ട്രഗിൾസും കാര്യങ്ങളും ഉണ്ടായിരുന്നു. പക്ഷേ എനിക്ക് ഒരു അക്കാദമിക് ഇയർ തീരാറായപ്പോഴത്തേനും ഈ ഒരു ജോലി മതി, നാട്ടിൽ തന്നെ സെറ്റിൽ ആവുന്നൊരു ആറ്റിറ്റ്യൂഡായിരുന്നു. പക്ഷേ ഞങ്ങളുടെ കുടുംബത്തിൽ എനിക്കായിരുന്നു ഏറ്റവും കൂടുതൽ ആഗ്രഹം അബ്രോഡ് പോകണം എന്നുള്ളത്. അപ്പോൾ ഞാൻ IELTS ട്രെയിനറായിട്ടും കൂടെ വർക്ക് ചെയ്തിട്ടുണ്ട്, IELTS എഴുതിയിട്ടുണ്ട്. പക്ഷേ എനിക്ക് പോകാൻ പറ്റിയില്ലായിരുന്നു. പിന്നെ എൻ്റെ ആഗ്രഹം പോയി. പക്ഷേ എനിക്ക് പെട്ടെന്നൊരു ദിവസം പനീന് ജർമ്മനിക്ക് അവൻ പഠിക്കുന്നു, അവന് പോകാനുള്ള കാര്യങ്ങൾ നോക്കുന്നു. പെട്ടെന്നൊരു ദിവസം എനിക്ക് ഇതുപോലെ ജർമ്മനിക്ക് പോയാൽ എന്താ ഒന്ന് നോക്കിയാലോ എന്നൊരു തോട്ട് വന്നു. അതുപോലെ ഹസ്ബൻഡിന് ഭയങ്കര ആഗ്രഹം ഞാനൊരു യൂറോപ്യൻ കൺട്രിയിലേക്ക് പോകണം എന്നുള്ളത്. അപ്പം അങ്ങനെ ഒരു തോട്ട് പെട്ടെന്ന് വന്നു. പിറ്റേ ദിവസം തന്നെ ഞങ്ങളൊരു ഏജൻസിയിൽ പോയി. അവിടെ അത്ഭുതം എന്ന് പറയട്ടെ, ഞാൻ ചെല്ലുന്നിടത്തൊക്കെ എനിക്ക് മാതാവ് തന്നത് ഓഫേഴ്സായിരുന്നു. ഞാൻ ചെല്ലുന്ന അന്ന് ഞാൻ അപ്രോച്ച് ചെയ്ത ഏജൻസിയുടെ ഒരു ആനിവേഴ്സറി റിലേറ്റ് ചെയ്തിട്ട് അവിടെ ഓഫർ പ്രൈസാണ്. അപ്പം എൻ്റെ സ്റ്റുഡൻസൊക്കെ ആ ഒരു ഏജൻസി ത്രൂ പോയിട്ടുണ്ട് ചിലരൊക്കെ. അപ്പം ഉള്ളതിനേക്കാളും എനിക്ക് ജസ്റ്റ് 1 lakhിലാണ് എൻ്റെ ജർമ്മൻ പ്രോസസ്സിങ് കാര്യങ്ങളൊക്കെ ചെയ്തത്. അപ്പോൾ ഇത് ഓഫർ പ്രമാണിച്ച് കിട്ടിയതാണ്. അപ്പോൾ അതിൻ്റെ മുന്നത്തെ ഒരു ദിവസം ഞാൻ പോയായിരുന്നെങ്കിലും എനിക്കൊരു ഓഫറിൽ കിട്ടില്ലായിരുന്നു. പിന്നെയെന്ന് പറയുമ്പോൾ നമുക്ക് ഫിനാൻഷ്യലി അറേഞ്ച് ചെയ്യണം, ബ്ലോക്കിംഗ് എമൗണ്ട് ഒക്കെ വേണം. പബ്ലിക് യൂണിവേഴ്സിറ്റിയിലാണ് എനിക്ക് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ബ്ലോക്ക് എമൗണ്ട് എന്നാലും വേണം. അപ്പോൾ ഫിനാൻഷ്യൽ കാര്യങ്ങൾക്കായാലും പലരിലൂടെയും മാതാവ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ നമുക്കൊരു ലോൺ വെക്കാനാണെന്നുണ്ടെങ്കിലും ലോൺ വെക്കാൻ പോയെടുത്ത് വരെ ഞങ്ങൾക്ക് ഓഫർ ഉണ്ടായിരുന്നു. പല ബാങ്കിലും നമ്മൾ അന്വേഷിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ അവസാനം നമ്മൾ വെച്ച ബാങ്കിൽ ആ സമയത്ത് നമുക്ക് ഓഫർ കിട്ടി. അങ്ങനെ ഇൻട്രസ്റ്റിൻ്റെ കാര്യങ്ങൾക്കൊക്കെ അങ്ങനെ ഫിനാൻഷ്യൽ കാര്യങ്ങളൊക്കെ എനിക്ക് ഓക്കെ ആയി. പിന്നെയെന്ന് പറഞ്ഞാൽ ഞാൻ ഏജൻസിയുടെ അടുത്ത് എൻ്റെ സൈക്കോളജി റിലേറ്റ് ചെയ്തിട്ട് ഒരു കോഴ്സാണ് ഞാൻ അഗെയിൻ ഒരു PG ചെയ്യാമെന്നുള്ള രീതിക്കാണ് ചെയ്തത്. അപ്പം ഞാൻ പറഞ്ഞ കോഴ്സ് ഞാൻ എൻ്റെ കംഫർട്ട് സോൺ നോക്കി വെച്ചതായിരുന്നു. അപ്പം എൻ്റെ ഏജൻസി എന്ന് പറയുന്നത് നമ്മൾ പറയുന്ന കോഴ്സും അതുപോലെ തന്നെ നമ്മുടെ പ്രൊഫൈലിന് മാച്ച് ചെയ്യണ മാക്സിമം നമ്പർ ഓഫ് കോഴ്സസിന് അവരായിട്ട് അപ്ലൈ ചെയ്യും. ഏതൊക്കെ യൂണിവേഴ്സിറ്റി ഏതൊക്കെ കോഴ്സ് എന്നുള്ളത് നമ്മളോട് പറയുക പോലുമില്ല. അപ്പോൾ ഞാൻ ഫെബ്രുവരിയിലാണ് ആപ്ലിക്കേഷൻ സ്റ്റാർട്ട് ചെയ്തത് തുടങ്ങിയത്. അപ്പോൾ ജൂണായിട്ടും എനിക്ക് റിപ്ലൈസ് ഒന്നും വരാണ്ടായി കഴിഞ്ഞപ്പോൾ എനിക്ക് ടെൻഷനായി തുടങ്ങി. ഇപ്പോൾ ഞാൻ ജോലി നിർത്താമെന്നുള്ളത് തീരുമാനിച്ച് കൺവേ ചെയ്തായിരുന്നു കോളേജിൽ. അപ്പോൾ അപ്ഡേറ്റ് ഒന്നും ഇല്ലെന്ന് വെച്ചാൽ ടെൻഷനായി തുടങ്ങിയായിരുന്നു. പിന്നെ ഞാൻ ചില പിള്ളേരെ ഞാൻ പരിചയപ്പെട്ടായിരുന്നു. അപ്പോൾ ഒരു 1 year ആയിട്ട് സൈക്കോളജി ബാക്ക്ഗ്രൗണ്ട് വെച്ച് നോക്കിയിട്ടും ആ പിള്ളേർക്ക് കിട്ടിയിട്ടില്ല. എൻ്റെ ടെൻഷൻ ഇരട്ടിച്ചു.
പക്ഷേ എനിക്ക് നമ്മൾ പ്രയറും കാര്യങ്ങളൊക്കെ നമ്മൾ ഫാസ്റ്റിങ്ങും കാര്യങ്ങളൊക്കെ ഞാൻ നല്ല ഇൻറ്റൻസ് ആക്കി കൊണ്ടുവന്നു. അങ്ങനെ പ്രയറും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഓരോ വട്ടവും ഞാൻ ഉച്ചയ്ക്ക് ലഞ്ച് ബ്രേക്കിന് ഉപവാസം എടുത്തിട്ട് പ്രാർത്ഥിച്ചിറങ്ങുമ്പോൾ എനിക്ക് പോസിറ്റീവ് ന്യൂസുകളാണ് വന്നുകൊണ്ടിരുന്നത്. അങ്ങനെ നോക്കുമ്പോൾ എനിക്കൊരു കോളേജിൽ നിന്ന് ഒരു യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഇൻ്റർവ്യൂവിന് വന്നു. അപ്പോൾ ഇൻ്റർവ്യൂ ഒക്കെ ഉള്ള കോളേജാണെന്ന് പറഞ്ഞാൽ ഞാൻ ആപ്ലിക്കേഷൻ വെക്കേണ്ടതെന്ന് പറയുള്ളൂ. കാരണം ഒരു ഫോറിനർ ഇൻ്റർവ്യൂ വെച്ചിട്ട് നമുക്ക് അതിനുള്ളൊരു കാപ്പബിലിറ്റി എനിക്കുണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. പക്ഷെ ഇങ്ങനെ ഇൻ്റർവ്യൂവിൽ ഷോർട്ട് ലിസ്റ്റ് ആയെന്ന് പറഞ്ഞപ്പോൾ എന്നാൽ പിന്നെ അത് അപ്പിയർ ചെയ്യാമെന്ന് പറഞ്ഞു. പക്ഷേ സെയിം വീക്കിൽ എനിക്ക് 2 യൂണിവേഴ്സിറ്റിയിൽ നിന്ന് എനിക്ക് ഇൻ്റർവ്യൂസ് വന്നു. അപ്പോൾ എനിക്ക് കൺഫ്യൂഷനായി. ഇപ്പോൾ 2 ഇൻ്റർവ്യൂ വന്നു കഴിയുമ്പോൾ ഇതിനകത്ത് ഏത് ചൂസ് ചെയ്യുന്നുള്ള കൺഫ്യൂഷനായിരുന്നു. അപ്പോൾ എനിക്ക് ഫസ്റ്റത്തെ ഇൻ്റർവ്യൂ എനിക്ക് വന്നത് ഞാൻ കോളേജിൽ ഇരുന്നിട്ട് തന്നെയായിരുന്നു അറ്റൻഡ് ചെയ്തത്. അതൊരു ബ്ലൂ കളറിൽ ഡ്രസ്സ് ഇട്ടൊരു ലേഡി ആയിരുന്നു എനിക്ക് ഇൻ്റർവ്യൂ നടത്തിയത്. അതിനാ ഉടമ്പടി വസ്തുക്കൾ ഉപ്പും തൈലവും ഒക്കെ ഉപയോഗിച്ച് കാശ് രൂപ കൊന്ത എൻ്റെ കയ്യിൽ എന്നെ പിടിച്ചിട്ടാണ് ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തത്. എനിക്ക് ടെൻഷനൊന്നും ഇല്ലാതെ ഞാൻ ഇൻ്റർവ്യൂ ഞാൻ ക്ലിയർ ചെയ്തു. പിന്നെ എനിക്ക് വന്ന ഇൻ്റർവ്യൂ സെയിം വീക്കിൽ വേറൊരു ഇൻ്റർവ്യൂ ഉണ്ടായിരുന്നു. അപ്പോൾ ആ ഇൻ്റർവ്യൂവിനെ എപ്പോഴും പ്രാർത്ഥിക്കുന്നത് എനിക്ക് ഇന്നത് തരണം എന്ന് പ്രാർത്ഥിക്കില്ല. എനിക്ക് പറ്റാത്തതാണെങ്കിൽ ഒഴിഞ്ഞു പോകണമെന്നേ ഞാൻ പ്രാർത്ഥിക്കാറുള്ളൂ. സെക്കൻഡ് ഇൻ്റർവ്യൂ എനിക്കൊരു ടെക്നിക്കൽ എറർ കാരണം എനിക്ക് ആ ഇൻ്റർവ്യൂ പോവുകയും ചെയ്തായിരുന്നു. അപ്പോൾ പിന്നെ എനിക്ക് ഉറപ്പായി അന്ന് പിന്നെ ഇത് തന്നെയാണ് മാതാവ് എന്നോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണേ. പിന്നീന്ന് പറഞ്ഞാൽ എൻ്റെ പ്ലീസ് ആയിരുന്നു ഒരു പ്രശ്നം. എനിക്ക് യൂണിവേഴ്സിറ്റി ഓഫ് സീഗലിലാണ് എനിക്ക് അഡ്മിഷൻ കിട്ടിയത് MSc HCA എന്ന് പറഞ്ഞൊരു കോഴ്സിന്. അപ്പോൾ ഞാൻ അന്വേഷിക്കുന്നവർക്കൊന്നും ഈ ഒരു പ്ലീസ് അറിയത്തില്ല. പിന്നെ ഞാൻ ഇങ്ങനെ ഇൻസ്റ്റഗ്രാമിൽ നമ്മൾക്ക് പലർക്കും കോളേജിൻ്റെ ഇന്ത്യൻസിൻ്റെ ഗ്രൂപ്പൊക്കെ എടുത്തിട്ട് നമുക്ക് കണക്ട് ചെയ്യാനുള്ള ആളുകളായിട്ട് അങ്ങനെ കണക്ട് ചെയ്ത് കുറേ പേർക്ക് റിക്വസ്റ്റ് വെച്ചിട്ട് ഒരാൾ മാത്രം എനിക്ക് റെസ്പോണ്ട് ചെയ്തായിരുന്നു. ആ റെസ്പോണ്ട് ചെയ്താൽ അങ്ങനെ നമ്മൾ ഒന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് കുറച്ച് സമയം കഴിഞ്ഞിപ്പം ഞാൻ എൻ്റെ കോഴ്സ് പഠിക്കണം ആരെങ്കിലും അറിയുമെന്ന് ചോദിച്ചപ്പോൾ അറിയത്തില്ല എന്ന് ആദ്യം പറഞ്ഞത്. കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ എനിക്ക് ആൾ മെസ്സേജ് ചെയ്തു. ഞാൻ കുറച്ച് ദിവസം മുന്നേ ഒരാളെ പരിചയപ്പെട്ടായിരുന്നു, ആ ചേട്ടൻ ഇതുപോലെ നിങ്ങളുടെ കോഴ്സ് ചെയ്യണമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ഇവിടെ ആയിരിക്കുമ്പോൾ തന്നെ ഇൻസ്റ്റഗ്രാം വഴി പലർക്കും മെസ്സേജ് ചെയ്തിട്ട് ഒരാളെങ്കിൽ കറക്റ്റ് റിപ്ലൈ തരും. ആൾ തന്നെ എൻ്റെ കോഴ്സ് ആകെ 2 മലയാളികളാണ് അവിടെ ചെയ്യുന്നത് ജർമ്മനിയിലെ യൂണിവേഴ്സിറ്റിയിൽ. ആ 2 മലയാളീസിനെയും ഒരു ചേട്ടൻ ഹാരിസ് എന്ന് പറഞ്ഞ ചേട്ടനും അതുപോലെ എൻ്റെ സെയിം നെയിമിലുള്ള ദൃശ്യ എന്ന് പറയുന്ന ചേച്ചി, എൻ്റെ പേര് ദൃശ്യ എന്ന് പറയുന്നത് തന്നെയാണ് എൻ്റെ ഒരു സീനിയർ. അങ്ങനെ ആ 2 മലയാളീസും കണക്ട് ചെയ്യാനും പറ്റി. അക്കോമഡേഷൻ കാര്യങ്ങളൊക്കെ നമ്മൾ തന്നെ ചെയ്യണമായിരുന്നു സെൽഫായിട്ട്. സോ ആ കാര്യങ്ങൾക്കൊക്കെ അവരെന്നെ ഗൈഡ് ചെയ്തായിരുന്നു. അങ്ങനെ എൻ്റെ അക്കോമഡേഷൻ ആയാലും എൻ്റെ കോഴ്സായാലും എല്ലാം പ്രോപ്പറായിട്ട് ഞാൻ പ്രതീക്ഷനേക്കാളും ഫാസ്റ്റായിട്ട് പിന്നെ അവർ ഇൻ്റർവ്യൂ കഴിഞ്ഞ് എനിക്ക് വേഗം നടന്നായിരുന്നു. പിന്നെ എനിക്ക് വിസയുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് VFSന് മാതാവിനെ ഞാൻ എന്ത് ചെയ്താലും എനിക്ക് മാതാവിൻ്റെ സൈൻ വേണം എന്നുള്ളത് എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു. എന്നാലാണ് നമുക്ക് സ്ട്രോങ് ആയിട്ട് പറയാൻ പറ്റുള്ളത് മാതാവ് തന്നതാണ്. അപ്പോൾ ഞാൻ IELTS എക്സാം എഴുതുമ്പോഴായാലും എൻ്റെ സ്പീക്കിംഗ് എടുത്ത് ബ്ലൂ ഡ്രസ് ഇട്ടൊരു ലേഡി ആയിരുന്നു. ഇവിടെ ഇൻ്റർവ്യൂ ആണെന്നുണ്ടെങ്കിലും ബ്ലൂ ഡ്രസ് ഇട്ടൊരു ലേഡി ആയിരുന്നു. അപ്പോൾ VFSൻ്റെ ടൈം ഞാൻ ബയോമെട്രിക്സിന് ഇരിക്കുന്ന സമയം എന്ന് പറഞ്ഞാൽ നോക്കുമ്പോൾ 2:30 ആയിരുന്നു എൻ്റെ ഒരു ടൈം എന്ന് പറയുന്നത്. അതൊക്കെ കൂളായിട്ട് കഴിഞ്ഞു. പിന്നെ എനിക്ക് വിസ വരണതും മാതാവിൻ്റെ ഡേറ്റ് അല്ലെങ്കിൽ ചൊവ്വാഴ്ചത്തെ ധ്യാനങ്ങൾ കഴിയുമ്പോഴായിരിക്കും എനിക്ക് എന്തെങ്കിലും പോസിറ്റീവ് റെസ്പോൺസ് കൂടുതൽ വരിക. അങ്ങനെയൊക്കെ ആയിരുന്നു ഞാൻ നോക്കിക്കൊണ്ടിരുന്നത്. പക്ഷേ എനിക്ക് വിസയുടെ അപ്ഡേറ്റ് വന്നത് അവിടെ നിന്ന് പോന്നിട്ടുണ്ടെന്ന് VFSന്ന് വന്നത് ഒരു 8-ാം തീയതിയാണ്. എൻ്റെ കയ്യിൽ റിസീവ് ചെയ്തത് ഒരു ഞായറാഴ്ചയാണ്. അപ്പോൾ ഇതൊന്നും മാതാവായിട്ട് എനിക്ക് റിലേറ്റ് ചെയ്തില്ലോ എന്ന് വിചാരിക്കും. എനിക്ക് 7 എന്നുള്ള ഡേറ്റ് ആണെങ്കിൽ എനിക്ക് 7 ദിവസമാണെങ്കിൽ ചൊവ്വയോ ബുധനോ കിട്ടണമെന്നായിരുന്നു. അപ്പോൾ ഞാൻ പക്ഷേ വിസ വന്ന് തുറന്ന് നോക്കിയപ്പോഴാണ് എൻ്റെ വിസ ഇഷ്യൂ ചെയ്തേക്കുന്ന ഡേറ്റ് എന്ന് പറയുന്നത് 7-ാം തീയതിയാണ് ഇഷ്യൂ ചെയ്തേക്കുന്നത്. അപ്പോൾ എനിക്ക് കംപ്ലീറ്റ്ലി മനസ്സിലായി മാതാവിൻ്റെ പദ്ധതികളാണ് ഇതെന്നുള്ളത്. അപ്പോൾ ഞങ്ങൾ എന്ത് ചെയ്താലും ഞങ്ങൾക്ക് മാതാവിൻ്റെ ഒരു കൈപ്പത് മാതാവ് ഉടമ്പടി ജീവിതത്തിലൂടെ ഞങ്ങൾക്ക് തരുന്നതാണ് ഞങ്ങൾക്ക് മനസ്സിലാക്കി തരുന്നുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ ചെയ്ത പ്രേക്ഷിത പ്രവർത്തനങ്ങൾ എന്ന് പറയുന്നത് ഞങ്ങൾ നമ്മുടെ പത്രമൊക്കെ വഴി സൈഡിലുള്ളവർക്കും അതുപോലെ ഓട്ടോ സ്റ്റാൻഡ് ഹോസ്പിറ്റൽ അങ്ങനെ കൊടുക്കും. പിന്നെ വീട്ടിൽ ഫുഡ് പ്രിപ്പയർ ചെയ്തിട്ട് നമ്മൾ ഏകസ്ഥരായിട്ട് ജീവിക്കുന്നവരെ കുറച്ച് പേരുണ്ട് അവർക്ക് കൊടുക്കും, വഴി സൈഡിലുള്ളവർക്ക് കൊടുക്കും. പിന്നെ ഞങ്ങൾ സെറിബ്രൽ പാൾസി വന്നപ്പോൾ ഫിസിക്കലി മെൻ്റലിയൊക്കെ ഹാൻഡിക്യാപ്ഡ് ആയിട്ടുള്ള ആളുകളെ അവരുടെ അടുത്ത് പോയിട്ട് വീക്ക്ലി ട്വൈസ് ഞങ്ങൾ പോയിട്ട് അവരെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അവരെ കുളിപ്പിക്കാനും ഫുഡ് കൊടുക്കാനും അവിടെ ക്ലീനിങ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. ഇതൊക്കെയാണ് ഞങ്ങൾ മെയിനായിട്ട് ചെയ്യുന്ന പ്രേക്ഷിത പ്രവർത്തനങ്ങൾ. അപ്പോൾ ഇത്രയും അനുഗ്രഹങ്ങൾ ഞങ്ങൾക്ക് തന്ന യേശുവിനും ദൈവമാതാവിനും ഞങ്ങൾ ഒരുപാട്. അതുപോലെ തന്നെ സാക്ഷ്യം പറയാൻ താമസിച്ചതിനായി ഞാൻ മാപ്പ് ചോദിക്കുന്നു. എൻ്റെ അനുഭവ സാക്ഷ്യം, ഞാൻ കൃപാസനത്തെക്കുറിച്ച് അറിയുന്നത് എൻ്റെ വീട്ടിൽ ഒരു ആൻറ്റി എന്നോട് വന്ന് ഞാൻ എൻ്റെ മകൾക്ക് പഠിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അങ്ങനെ ഞാൻ ആൻറ്റിയോട് ഇങ്ങനെ സംസാരിച്ച സമയത്താണ് ആൻറ്റി എന്നെ കൃപാസനത്തെ പറ്റി എന്നോട് പറഞ്ഞത്. അപ്പോൾ തന്നെ ആ ആൻറ്റി എന്നോട് പറയുകയുണ്ടായി, അമ്മ വിളിച്ചവരെ മാത്രമേ അമ്മയുടെ സന്നിധിയിൽ എത്രയും പെട്ടെന്ന് എത്തിക്കത്തുള്ളൂ, ഇല്ലെന്നുണ്ടെങ്കിൽ അമ്മയെക്കുറിച്ച് അറിഞ്ഞ് അമ്മയുടെ അടുത്ത് എത്തുവാൻ വേണ്ടി വളരെ കാലതാമസം എടുക്കും എന്നാണ് പറഞ്ഞത്. പക്ഷേ
എന്നെ ഞാൻ കൃപാസനത്തെ കുറിച്ച് അറിഞ്ഞ് 3-ാമത്തെ ദിവസം തന്നെ അമ്മ മാതാവ് എന്നെ ഈ കൃപാസനത്തിൽ കൊണ്ടുവന്ന് എത്തിച്ചു. പിന്നെ ആദ്യമായി ഞാൻ 2023 മാർച്ച് 17-ാം തീയതിയാണ് ഉടമ്പടി എടുത്തത്. എൻ്റെ ആദ്യത്തെ സാക്ഷ്യം എൻ്റെ ഭർത്താവിൻ്റെ മദ്യപാനം മാറ്റുക എന്നതായിരുന്നു. 18 വർഷമായി എൻ്റെ ഭർത്താവിന് ഭയങ്കര മദ്യപാനമായിരുന്നു. വീട്ടിൽ സമാധാനമില്ലാത്ത അവസ്ഥയായിരുന്നു. പക്ഷേ എനിക്കിപ്പോൾ വളരെ സമാധാനമുണ്ട്. ഭർത്താവിൻ്റെ മദ്യപാനം പൂർണ്ണമായി മാറ്റുവാൻ സഹായിച്ചു. ഉടമ്പടി ഉപ്പും മാതാവിൻ്റെ എണ്ണയും നെറ്റിയിൽ പുരട്ടുമായിരുന്നു. ഉടമ്പടി തൈലവും പുരട്ടിയാണ് സൗഖ്യം ലഭിച്ചത്. അതുപോലെ തന്നെ രണ്ടാമതായി സാക്ഷ്യം പറയേണ്ടത്, എൻ്റെ മകന് 12 മകൻ്റെ പേര് ജോബിൻ. 12 വയസ്സ് അവനുള്ളപ്പോൾ അവന് കരൾ സംബന്ധമായ ഒരു അസുഖമുണ്ടായി. ഫാറ്റി ലിവറാണ്. അത് ഞങ്ങൾ കണ്ട സമയത്ത് തന്നെ ഏകദേശം 92% വ്യാപിച്ചിരുന്നു. അപ്പോൾ ഡോക്ടേഴ്സ് തന്നെ പരസ്പരം അവർ പറയുകയുണ്ടായി, ഇത് എങ്ങനെയാണ് സംഭവിച്ചത് എന്ന് അവർക്ക് പോലും അത് അറിയില്ല. അവർ പരസ്പരം പല ഡോക്ടർമാരുമായിട്ടും അവരിങ്ങനെ സംസാരിക്കുകയാണ്, എങ്ങനെ ഇത് സംഭവിച്ചു, ഇത്രയും കുഞ്ഞു കുട്ടിക്ക് പിന്നെ ഈ 92% വരെ ഫാറ്റി ലിവർ എങ്ങനെ സംഭവിച്ചു എന്നുള്ളത് അറിയില്ല എന്ന് അവർ ഞങ്ങളോട് ചോദിക്കുകയാണ്, ഇതെങ്ങനെ സംഭവിച്ചു, മെഡിസിൻ കൂടുതൽ കഴിക്കുമായിരുന്നു എന്നൊക്കെ എന്നോട് ചോദിച്ചു. പക്ഷേ അങ്ങനെ അതുവരെ ആ പ്രായം വരെ അവനങ്ങനെ ഒരു പനി പോലും വലുതായി വന്ന് എനിക്കറിയത്തില്ലായിരുന്നു. പക്ഷേ എന്നെ അമ്മ മാതാവ് അപ്പോഴും എന്നെ അമ്മ മാതാവ് എന്നെ സഹായിച്ചു. മാതാവിനോട് ഞാൻ കരഞ്ഞ് പ്രാർത്ഥിച്ചു, മാതാവേ ഞങ്ങളെ കൊണ്ട് നിവർത്തിയില്ല, അവന് ട്രീറ്റ്മെൻറ്റിന് വേണ്ടി ഒരുപാട് പൈസ ഞങ്ങളെ കയ്യിൽ നിന്ന് ചിലവായി, ഞങ്ങൾക്കാണെങ്കിൽ ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. ഒന്നരാടം ഞങ്ങൾക്ക് മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണം, ചികിത്സയിലായിരുന്നു. ഒരുപാട് മെഡിസിന് ഇതും ടെസ്റ്റുകളും കാര്യങ്ങളും അങ്ങനെ ഞങ്ങൾക്ക് തന്നെ നിയന്ത്രിക്കാൻ പറ്റില്ല. ഞാൻ അമ്മ മാതാവിനോട് കരഞ്ഞ് ഞാൻ പ്രാർത്ഥിച്ചു. അതുപോലെ തന്നെ ഉടമ്പടി ഉപ്പും ഉടമ്പടി തൈലവും പൂശി ഞാൻ ആ ഭാഗത്ത് ഉടമ്പടി തൈലം പൂശി ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു. ഞാൻ കരഞ്ഞ് രാത്രികളിൽ ഞാൻ കരഞ്ഞ് നിലവിളിച്ച് ഞാൻ പ്രാർത്ഥിക്കും മാതാവിനോട്, മാതാവേ എൻ്റെ മകനൊരു പൂർണ്ണ സൗഖ്യം കൊടുത്താൽ ഞാൻ അമ്മയുടെ മുമ്പിൽ ഒരു സാക്ഷിയാകാമെന്ന് ഞാൻ അമ്മയോട് കരഞ്ഞ് പ്രാർത്ഥിക്കുമായിരുന്നു. അതിൻ്റെ ഫലമായി എൻ്റെ മകനിപ്പോൾ ഒരു മെഡിസിനും കഴിക്കുന്നില്ല. ഒരു മെഡിസിനും കഴിക്കാതെ തന്നെ കർത്താവ് പൂർണ്ണ സൗഖ്യം എൻ്റെ മാതാവ് എൻ്റെ കുഞ്ഞിന് കൊടുത്തു. അതുപോലെ തന്നെ എൻ്റെ മകള് 10ാം ക്ലാസ്സിൽ പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ പഠിക്കാൻ വളരെ വീക്കായിരുന്നു. അപ്പോൾ ഓണപ്പരീക്ഷ കഴിഞ്ഞ സമയത്ത് തന്നെ എന്നെ ടീച്ചർ വിളിച്ച് എന്നെ ഒരുപാട് വഴക്ക് പറഞ്ഞു. മകളിങ്ങനെ പോയാൽ പരീക്ഷ പാസ്സാകത്തില്ല, നിങ്ങൾക്ക് മകൾ ജയിക്കണമെന്ന് ആഗ്രഹമില്ലേ, പിന്നെ എന്താണ് നിങ്ങളിങ്ങനെ കുഞ്ഞിനെ ഇങ്ങനെ വിട്ടേക്കുന്നത്, പിന്നെ അവളെ കൂടെ പഠിത്തത്തിൽ ശ്രദ്ധിക്കണം. അപ്പം ഞാൻ അവളെ വഴക്ക് പറഞ്ഞപ്പോൾ അവൾ എൻ്റെ അടുത്ത് പറയും, അമ്മ ഞാൻ എല്ലാം പഠിക്കുന്നുണ്ട്, പക്ഷേ എന്തോ എനിക്കറിയത്തില്ല എന്നോട് പറയുമായിരുന്നു. ഞാൻ മാതാവിൻ്റെ അടുത്ത് ഉടമ്പടി വെച്ച് ഞാൻ പ്രാർത്ഥിച്ചു, മാതാവേ അവൾക്ക് SLC പരീക്ഷയിൽ നല്ല മാർക്ക് നേടി വിജയിക്കുവാൻ എൻ്റെ മാതാവ് സഹായിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിച്ചു. അവൾക്ക് അന്ന് മുതൽ ഞാൻ ഉടമ്പടി ഉപ്പും പ്രാർത്ഥിച്ച് ഞാൻ കൊടുക്കുമായിരുന്നു. അതുപോലെ തന്നെ തൈലം പൂശി പ്രാർത്ഥിക്കുകയും ചെയ്യുമായിരുന്നു. അതുപോലെ തന്നെ ഞാൻ പരീക്ഷയ്ക്ക് ഓരോ ദിവസവും പോകുന്ന സമയത്ത് രാവിലെ ഞാൻ വിശ്വാസ പ്രമാണം പറഞ്ഞ് പ്രാർത്ഥിച്ച് ഞാൻ എൻ്റെ കാശ് രൂപം ഞാൻ അവളെ കയ്യിൽ കൊടുത്തു വിടുമായിരുന്നു. ഞാൻ എന്നിട്ട് മകളോട് പറയും, പ്രാർത്ഥിക്കാൻ കയറുന്നതിന് മുന്നേ മകൾ വിശ്വാസ പ്രമാണം പറഞ്ഞ് ഉടമ്പടി ഉപ്പ് അവിടെ വിതറി പരീക്ഷയ്ക്കിരിക്കാൻ പറയുമായിരുന്നു. അവൾക്കും അതൊരു വിശ്വാസമായിരുന്നു. ഞാൻ അവൾ പരീക്ഷയ്ക്ക് പോകുന്ന സമയത്ത് ഞാൻ വീട്ടിലിരുന്ന് ഞാൻ പരീക്ഷയ്ക്ക് അവളെ കൊണ്ടുവന്ന് ആക്കിയിട്ട് അടുത്ത് ഞാൻ പള്ളിയിൽ ഞാൻ അവൾക്ക് പരീക്ഷ കഴിയുന്നത് വരെ ഞാൻ അവിടെ ഇരുന്ന് അമ്മ മാതാവിനോട് ഞാൻ കരഞ്ഞ് പ്രാർത്ഥിക്കുമായിരുന്നു. മാതാവേ എൻ്റെ മകൾക്കൊന്നും അറിയില്ല, എൻ്റെ മാതാവ് അവളുടെ കയ്യിൽ നിന്ന് പേന വാങ്ങിച്ച് പരീക്ഷ എഴുതി അവളെ വിജയിപ്പിക്കണമെന്ന് ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു. ഞാൻ പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി ഉടമ്പടി തൈലവും പൂശി പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി അമ്മ മാതാവ് അവൾക്ക് 6 A+ഉം 4 Aയും വാങ്ങി ജയിക്കുവാനുള്ള ഭാഗ്യം എൻ്റെ അമ്മ മാതാവ് കൊടുത്തു. അതുപോലെ തന്നെ സയൻസിൽ തന്നെ അഡ്മിഷൻ ലഭിക്കുവാനും സഹായിച്ചു. +2ലും അതുപോലെ തന്നെയാണ്. ഭയങ്കര ഉഴപ്പായിരുന്നു പഠിക്കാനും. അവൾക്ക് കെമിസ്ട്രിയും ഫിസിക്സും ഒക്കെ ഭയങ്കര പാടുള്ള വിഷയമാണ്, മാത്സും അതുപോലെ തന്നെ. പക്ഷേ ഞങ്ങൾക്ക് പിന്നെ വേറെ ആ വിഷയത്തിന് സ്പെഷ്യൽ ട്യൂഷൻ കൊടുക്കാനോ അതിനുള്ള നിവർത്തിയില്ലായിരുന്നു.
ഞാൻ അപ്പോഴൊക്കെ മോളടുത്ത് പറയും, മക്കൾ പഠിക്കാൻ എടുക്കുന്നതിന് മുൻപ് മാതാവിൻ്റെ അടുത്ത് വിശ്വാസ പ്രമാണം പറഞ്ഞ് മാതാവിൻ്റെ അടുത്ത് പ്രാർത്ഥിച്ചതിന് ശേഷം മക്കൾ മുക്ക് തുറന്ന് പഠിക്കണം. പഠിച്ചു കഴിയുമ്പോഴത്തേക്കും മക്കൾക്ക് എല്ലാം മനസ്സിലാവും എന്ന്. മാത്സ് പരീക്ഷയും കഴിഞ്ഞ് വന്ന സമയത്തും എന്നോട് പറയണം, അമ്മ ഞാൻ ഒന്നും എഴുതിയില്ല അമ്മ, എനിക്ക് ബാക്കിയുള്ള വിഷയത്തിനുള്ള മാർക്ക് കിട്ടുമായിരിക്കും, പക്ഷേ ഞാൻ മാത്സിന് തോക്കും, മാത്സിനും കെമിസ്ട്രിക്കും ഞാൻ തോക്കും. ഞാൻ പറഞ്ഞില്ല മോളെ, മക്കളെ കൂട്ടത്ത് അമ്മ മാതാവ് വന്നിട്ടുണ്ട്, പരീക്ഷ എഴുതിയത് മക്കളല്ല, മാതാവാണ് പേന വാങ്ങി പരീക്ഷ എഴുതിയത്, മക്കൾക്ക് നല്ല മാർക്ക് കിട്ടും, പേടിക്കണ്ട, വിഷമിക്കണ്ട എന്ന് പറഞ്ഞു. പക്ഷേ മാതാവ് റിസൾട്ട് വന്നപ്പോഴത്തേക്കും 88% മാർക്ക് അവൾക്ക് നൽകി, വിജയം നൽകി. അതുപോലെ തന്നെ അവൾക്ക് നേഴ്സിംഗ് പഠിക്കാനായിരുന്നു ആഗ്രഹം. അപ്പോൾ ഞങ്ങൾക്ക് അതിനുള്ള സാമ്പത്തികം ഇല്ല. എന്നാലും ഞാൻ മാതാവിനോട് സമർപ്പിച്ച് പ്രാർത്ഥിച്ചു, മാതാവേ അവളുടെ ആഗ്രഹം പോലെ തന്നെ നേഴ്സിംഗ് പഠനം പൂർത്തിയാക്കാൻ വേണ്ടിയുള്ള അനുഗ്രഹം എൻ്റെ മാതാവ് അവൾക്ക് കൊടുക്കണമേ, നല്ല കോളേജിൽ അവൾക്ക് അഡ്മിഷൻ കൊടുത്ത് എൻ്റെ മാതാവ് സഹായിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു. പക്ഷേ എൻ്റെ പ്രാർത്ഥന, എൻ്റെ മാതാവ് എൻ്റെ പ്രാർത്ഥന, ഞാൻ അവൾക്ക് അഡ്മിഷൻ ആവാതിരുന്ന സമയത്ത് ഞാൻ അമ്മയുടെ നടയിൽ വന്ന് ഞാൻ കരഞ്ഞ്, ഞാൻ നിലവിളിച്ച് ഞാൻ പ്രാർത്ഥിച്ചു, മാതാവേ എനിക്കോ വിദ്യാഭ്യാസമില്ല, എനിക്ക് എവിടെ ചെന്ന് അന്വേഷിക്കണമെന്നോ എങ്ങനെ എന്ത് കാര്യം ചെയ്യണമെന്നോ എനിക്കറിയില്ലായിരുന്നു, എനിക്ക് ഈ വിദ്യാഭ്യാസത്തിനെ പറ്റി അറിയില്ല. ഞാൻ എൻ്റെ അമ്മ മാതാവിനോട് പറഞ്ഞു, മാതാവേ എനിക്കിതിനെ പറ്റി ഒന്നും അറിയില്ല മാതാവേ. മാതാവ് തന്നെ മുൻപിൽ നിന്ന്, മാതാവേ എൻ്റെ മകൾക്ക് കോളേജിൽ ഒരു അഡ്മിഷൻ വാങ്ങിച്ചു തരാൻ ഞാൻ മാതാവിനോട് കരഞ്ഞ് പ്രാർത്ഥിച്ച സമയത്ത് മാതാവ് ഞങ്ങൾക്ക് അതുപോലെ തന്നെ ഞങ്ങൾ വിചാരിച്ചതുപോലെ ഒരു കോളേജിൽ ഞങ്ങൾക്ക് അഡ്മിഷൻ വാങ്ങിത്തന്നു. അവളിപ്പോൾ നേഴ്സിംഗ് പഠിക്കുകയാണ്. അതുപോലെ തന്നെ അടുത്ത സാക്ഷ്യം, മകൾക്ക് ഈ ഇടയ്ക്ക് കഴിഞ്ഞ മാസം 8-ാം തീയതി മകൾക്ക് സുഖമില്ലാതായി. സൈനറ്റൈസ് എന്നാണ് ആദ്യം പറഞ്ഞത്. അതിന് ട്രീറ്റ്മെൻറ്റ് തുടങ്ങി 2 നാൾ കഴിഞ്ഞപ്പോൾ അവൾക്ക് ഭയങ്കര അതികഠിനമായ വയറുവേദന. ഈ വയറുവേദന വന്ന് വയറുവേദനയ്ക്ക് സ്കാൻ ചെയ്തപ്പോൾ പറയുന്നു അപ്പൻഡിക്സാണ്, അത് ഒരുപാട് വളർന്നു പോയി, എത്രയും പെട്ടെന്ന് അത് സർജറി ചെയ്യണം എന്ന് പറയുകയുണ്ടായി. പക്ഷേ അടുത്ത് സർജറി ചെയ്യാൻ വേണ്ടി തുടർന്ന് MRI സ്കാനിങ് എടുക്കുകയും CT എടുക്കുകയും ചെയ്ത സമയത്ത് ഞാൻ അവളെ സ്കാനിങ്ങിന് കൊണ്ടുപോകുന്ന സമയത്തും സ്കാനിങ്ങിന് കയറ്റിയ സമയത്തും ഞാൻ മാതാവിൻ്റെ ഉടമ്പടി തൈലം നെറ്റിയിലും വയറിലും പൂശി ഞാൻ പ്രാർത്ഥിച്ചു. എൻ്റെ മകൾക്ക് ഒഴിക്കാൻ പോലും വയ്യാത്ത അവസ്ഥയായിരുന്നു, ഒത്തിരി ക്ഷീണിച്ച അവസ്ഥയിലായിരുന്നു മകള്. ഇതുവരെ അവൾ ഒരു അസുഖവും വന്നാൽ അങ്ങനെ കിടന്ന് ഞാൻ കണ്ടിട്ടില്ല. ചുരുണ്ടുകൂടി അവൾ ഒരേ കിടക്ക, കാല് പോലും അവൾക്ക് വലിച്ചു നീട്ടാനോ ഒന്നിനും പറ്റാത്ത അവസ്ഥ, ചുരുണ്ട് കിടക്കുമായിരുന്നു. ഞാൻ അവളെ സ്കാനിങ്ങിന് കയറ്റിയ സമയത്ത് ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ച് ഞാൻ പുറത്തിരുന്ന് ജപമാല പറയുകയായിരുന്നു. അവളുടെ കയ്യിൽ കാശ് രൂപവും കൊടുത്ത് ഉടമ്പടി തൈലവും പൂശി ഞാൻ അവളെ സ്കാനിങ് റൂമിലോട്ട് പറഞ്ഞു വിട്ടു. തിരിച്ച് വന്നു. വൈകുന്നേരമായപ്പോൾ സ്കാനിങ്ങിൻ്റെ റിസൾട്ട് കിട്ടിയപ്പോൾ ഞാൻ മാതാവിനോട് കരഞ്ഞ് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം, മാതാവേ ഒരു കുഴപ്പവും ഉണ്ടാകരുതേ, അവളുടെ ദേഹത്ത് അവളുടെ ശരീരത്തിൽ ഒരു കത്തി വയ്ക്കാനുള്ള ഒരു ഓപ്പറേഷൻ ചെയ്യാനുള്ള എൻ്റെ മാതാവ് വയ്ക്കരുതേ മാതാവേ, ഞാൻ അമ്മയുടെ മുമ്പിൽ വന്ന് സാക്ഷി പറയാം എന്ന് പറഞ്ഞ് ഞാൻ ഇങ്ങനെ പ്രാർത്ഥിക്കുകയുണ്ടായി. വൈകുന്നേരം റിസൾട്ട് വന്നപ്പോൾ പറഞ്ഞു ഒരു കുഴപ്പവുമില്ല, മകൾക്ക് ഉണ്ടായിരുന്ന കണ്ട അപ്പൻഡിക്സ് അത് ചുരുങ്ങി ആ ഭാഗത്ത് ഒന്നുമില്ല എന്നാണ് അവർ പറഞ്ഞത്. അത് ഇത്രയും വലിയ അനുഗ്രഹം തന്ന അമ്മ മാതാവിന് 1000 നന്ദി ഞാൻ പറയുന്നു. അതുപോലെ തന്നെ ഞാനിവിടെ മകൾക്ക് അഡ്മിഷൻ്റെ സമയത്ത് ഞാനിവിടെ വന്ന് ഞാൻ കരഞ്ഞ് ഞാൻ പ്രാർത്ഥിക്കുന്ന സമയത്ത് എൻ്റെ അമ്മ മാതാവിൻ്റെ അനുഗ്രഹം എനിക്കുണ്ടായി. ഞാൻ മുല്ലപ്പൂവിൻ്റെ മണം കൊണ്ട് നിറഞ്ഞ് ഞാൻ കരഞ്ഞ് കണ്ണുനീരോടെ ഞാൻ പ്രാർത്ഥിക്കുകയായിരുന്നു. കാരണം എന്നെ സഹായിക്കാൻ ആരുമില്ലാത്ത അവസ്ഥ, എനിക്കിതിനെപ്പറ്റി അറിഞ്ഞുകൂടാ, അത് പറഞ്ഞു തരാൻ ആരുമില്ലാത്ത അങ്ങനത്തെ ഒരു അവസ്ഥയായിരുന്നു. ഞാൻ അങ്ങനെ മാതാവിനോട് കരഞ്ഞ് പ്രാർത്ഥിച്ച സമയത്ത് മാതാവ് എൻ്റെ അടുത്ത് വന്ന് എന്നെ ആശ്വസിപ്പിച്ചു, എന്നെ സമാധാനിപ്പിച്ചു. അതുപോലെ തന്നെ 8-ാം തീയതി ഈ മകൾ ഹോസ്പിറ്റലാകുന്ന 8-ാം തീയതി ഞാൻ കൃപാസനത്തിനെ പറ്റി അറിഞ്ഞുകൂടാത്ത 18 ആൾക്കാരെയും കൊണ്ട് ഞാൻ കൃപാസനത്തിൽ വരാൻ വേണ്ടി വെളുപ്പാങ്കാലം 3 മണിക്ക് ഞാൻ റെയിൽവേ സ്റ്റേഷനിൽ വരുന്ന സമയത്താണ് എൻ്റെ മകൾ എന്നെ വെളുപ്പാങ്കാലം വിളിക്കുകയാണ്.
അമ്മ എനിക്ക് സുഖമില്ല, പിന്നെ ഞാൻ ഹോസ്പിറ്റലിലോട്ട് വാർഡൻ എന്നെ ഹോസ്പിറ്റലിലോട്ട് കൊണ്ടുപോകാൻ പോവുകയാണ്, അമ്മ പെട്ടെന്ന് ഇവിടെ വരണമെന്ന്. അപ്പോഴും ഞാൻ മകളോട് പറയാണ്, മകളെ ഞാൻ ഇതുപോലെ അവർക്കാണെങ്കിൽ വഴി അറിഞ്ഞൂടാ മക്കളെ, ഞാൻ ഇതുപോലെ അവരെ കൊണ്ട് കൃപാസനത്തിലോട്ട് പോവുകയാണ്. അപ്പം മക്കളൊരു കാര്യം ചെയ്യും, മക്കൾ ആൻറ്റിയും കൂട്ടി ഹോസ്പിറ്റലിൽ പൊയ്ക്കോ, പിന്നെ എൻ്റെ അമ്മ മാതാവ് മക്കളുടെ കൂട്ടത്തുണ്ട്, മക്കൾ മാതാവിനെ മുറുകെ പിടിച്ചു, അവളുടെ കയ്യിൽ ജപമാല ഉണ്ടായിരുന്നു. ഞാൻ പറഞ്ഞു മക്കൾ ജപമാല പറഞ്ഞ് പ്രാർത്ഥിച്ചുകൊണ്ട് മക്കൾ ആശുപത്രിയിലിരിക്കുക, പിന്നെ അമ്മ മാതാവ് മക്കൾ അടുത്ത് വരും എന്ന് ഞാൻ പറഞ്ഞുകൊണ്ട് ഞാൻ ഇവിടെ വന്ന് കൃപാസനത്തിൽ വന്നു. ഇവിടെ വന്ന് എല്ലാം കഴിഞ്ഞ് ഞാൻ വീട്ടിൽ പോയി. വീട്ടിൽ വൈകുന്നേരം അന്നായപ്പോൾ ഞങ്ങൾക്ക് 2 മണിക്ക് കിട്ടേണ്ട ട്രെയിൻ അന്ന് 2 മണിക്ക് ഞങ്ങൾക്ക് കിട്ടിയില്ല. ഞങ്ങൾക്ക് 3:30 മണിക്കാണ് ട്രെയിൻ കിട്ടിയത്. ഞങ്ങൾ വീട്ടിലെത്തിയപ്പോൾ തന്നെ ഏകദേശം 10-10:30 മണിയായി. അപ്പം മാർത്താണ്ഡത്താണ് കോളേജ്. അപ്പം എനിക്ക് അങ്ങ് പോകാനും പറ്റിയില്ല, രാത്രി ആയതുകൊണ്ട്. ഞാൻ ഫോൺ വിളിച്ച് ചോദിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു മകളുടെ അടുത്ത്. ഞാനിവിടെ വന്ന് അമ്മ മാതാവിൻ്റെ അടുത്ത് ഞാൻ പറഞ്ഞു, മാതാവേ മാതാവ് എൻ്റെ മകളുടെ അടുത്ത് പോകണം, എൻ്റെ മകളുടെ അടുത്ത് ആരുമില്ല, അമ്മയായി കൂടെ നിന്ന് മാതാവേ അവളെ സഹായിക്കണേ, മാതാവേ ഒരു ആപത്തും കൂടാതെ കാക്കണേ എന്ന് ഞാൻ പ്രാർത്ഥിച്ചു. ഞാൻ എന്നിട്ട് വീട്ടിൽ ചെന്ന് ഞാൻ രാത്രി ഇരുന്ന് ഞാൻ ഭക്ഷണം ഉണ്ടാക്കി ഭർത്താവിനും മക്കൾക്കൊക്കെ കൊടുത്ത് കഴിച്ച് അവരെല്ലാം കിടന്ന സമയത്ത് ഞാൻ മുട്ടിൽമേൽ നിന്ന് ഞാൻ കരഞ്ഞ് ഞാൻ പ്രാർത്ഥിച്ചു, മാതാവേ എൻ്റെ മകള് ആഗ്രഹിച്ചാണ് ഈ നഴ്സിംഗ് പഠനത്തിന് പോയത്. പക്ഷേ എൻ്റെ മകൾ പോയി 1 മാസം ആകുന്നതിന് മുന്നേ തന്നെ എൻ്റെ മകൾക്ക് ഇങ്ങനെ ഒരു അസുഖം എന്നുവെച്ചാൽ എൻ്റെ മകൾ ഫോൺ വിളിച്ച് സംസാരിച്ചപ്പോൾ തന്നെ സംസാരിക്കാൻ വയ്യ മകൾക്ക്. അപ്പോൾ എനിക്ക് ഭയങ്കര ഒരു പ്രയാസമായിപ്പോയി. ഞാൻ ഇങ്ങനെ കരഞ്ഞ് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന സമയത്ത് അമ്മ മാതാവ് എൻ്റെ അടുത്ത് വന്നിരിക്കുന്ന അനുഭവം എനിക്കുണ്ടായി. ഞാൻ അമ്മ മാതാവിനോട് അപ്പോഴും ഞാൻ ചോദിക്കുകയാണ്, മാതാവേ ഞാൻ അമ്മയുടെ മുൻപിൽ അമ്മയെ അറിയാത്ത 18 പേരെ കൊണ്ട് ഞാൻ വന്നതാണ് മാതാവേ, എന്നിട്ടും മാതാവ് എന്നോട് എന്താ മാതാവേ എന്നിങ്ങനെ ഞാൻ ചോദിച്ചപ്പോഴാണ് മാതാവ് എന്നോട് പറയുന്നത്, അവളുടെ ഉള്ളിലുള്ള അസുഖം അത് പുറത്ത് കാണിച്ചു തന്നതാണ് എന്ന് പറയാനിടയായി. ഞാൻ പിറ്റേന്ന് രാവിലെ ഞാൻ ഹോസ്പിറ്റലിൽ പോയി. അന്ന് മുതൽ ഞാൻ ഉടമ്പടി തൈലം അവളുടെ ദേഹത്തും തലയിൽ നെറ്റിയിലും വയറിലും ഞാൻ പുരട്ടി ഞാൻ പ്രാർത്ഥിച്ചു. അതുപോലെ തന്നെ ഉടമ്പടി ഉപ്പും പ്രാർത്ഥിച്ച് ഞാൻ അവൾക്ക് കൊടുത്തു. അതിൻ്റെ ഫലമായി അവൾക്ക് നല്ല സൗഖ്യം ലഭിച്ചു. സൗഖ്യം കൊടുത്ത അമ്മ മാതാവിന് 1000 നന്ദി പറയുന്നു. അതുപോലെ തന്നെ പ്രേക്ഷിത പ്രവർത്തനമായി ഞാൻ കൃപാസന പത്രം വാങ്ങി ഞാൻ ആശുപത്രികളിലാണ് കൊടുക്കാറ്. നെയ്യാറ്റിങ്കര ഹോസ്പിറ്റൽ, മെഡിക്കൽ കോളേജ്, വിഴിഞ്ഞം, ഈ ഹോസ്പിറ്റലുകളിലൊക്കെ ഞാൻ കൊടുക്കാറുണ്ട്. ഞാൻ ഓരോരുത്തർക്കും പത്രം കൊടുത്തിട്ട് ഞാൻ പറയും, നിങ്ങൾ ഈ പത്രം വായിച്ചു കഴിഞ്ഞ് ഉപേക്ഷിക്കരുത്, നിങ്ങൾ വായിച്ചു കഴിഞ്ഞ് ഇത് അടുത്ത ഒരാളിന് കൈമാറാനാണ് ഞാൻ പറയുന്നത്. കൈമാറുക, ഒരിടവും അലക്ഷ്യമായി എറിയരുത്. നിങ്ങൾ വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുക. നിങ്ങൾ വിശ്വാസത്തോടെ പ്രാർത്ഥിച്ചാൽ നിങ്ങൾക്ക് രക്ഷ പ്രാപിക്കാമെന്ന് ഞാൻ ഇങ്ങനെ പറഞ്ഞ് ഞാൻ വിശ്വാസ പ്രമാണം പറഞ്ഞ് പ്രാർത്ഥിച്ചാണ് ഞാൻ കൊടുക്കുന്നത്. അതിൻ്റെ കൂട്ടത്തിൽ തന്നെ എൻ്റെ മക്കളും എൻ്റെ കൂട്ടത്ത് വരും. പ്രേക്ഷിത പ്രവർത്തനത്തിനായി ഞാൻ പോകുമ്പോൾ എൻ്റെ മക്കളും എൻ്റെ കൂട്ടത്ത് വരും. അവരും വിശ്വാസ പ്രമാണം പറഞ്ഞ് അവർ പത്രം കൊടുക്കാറുണ്ട്. അതുപോലെ തന്നെ എന്നെക്കൊണ്ട് കഴിയുന്ന രീതിയിൽ ഞാൻ രോഗികളെ സഹായിക്കാറുണ്ട്. പിന്നെ വൃദ്ധസദനങ്ങൾ സന്ദർശിക്കാറുണ്ട്. അവർക്ക് വസ്ത്രമായാലും ഭക്ഷണത്തിനുള്ള എന്തെങ്കിലും സഹായമായാലും എന്നെക്കൊണ്ട് കഴിയുന്ന രീതിയിൽ ഞാൻ ചെയ്യാറുണ്ട്. മാസത്തിലൊരിക്കൽ ഞാൻ കൃത്യമായി കുമ്പസാരിക്കാറുണ്ട്. എല്ലാ ഞായറാഴ്ചകളിലും ഞാൻ കുർബാനയിൽ പങ്കെടുക്കാറുണ്ട്. ഇത്രയും അനുഗ്രഹങ്ങൾ എനിക്ക് ചെയ്തു തന്ന അമ്മ മാതാവിന്, ഉണ്ണി ഈശോയ്ക്കും 1000 നന്ദി.